സുഹൃത്തുക്കളെ, ഈ മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെക്കാളിലൊക്കെ ഇതിന് ഈ കൊച്ചിൻ റോയൽ ഫാമിലിയെ പറ്റി വളരെയധികം പരിചയമുള്ള ആളാണ്. ഹരി KPC, പിന്നെ ഡോക്ടർ രാജരാജർമ്മ, എല്ലാവരും അതെ. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചി രാജ്യത്തെ പറ്റി സമഗ്രമായ ഒരു ചരിത്രം അല്ലെങ്കിൽ കൊച്ചി രാജകുടുംബത്തെപ്പറ്റി പൂർണ്ണമായൊരു ചരിത്രം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമില്ല. കൊച്ചി രാജകുടുംബം എവിടെ നിന്നുണ്ടായി ആർക്കും പറയാൻ പറ്റില്ല. ചേര സാമ്രാജ്യത്തിൻ്റെ അവസാനമാണ് കൊച്ചി. അതിൽ നിന്നാണ് കൊച്ചി രാജകുടുംബം ഉണ്ടായത്. അതായത് അവസാനത്തെ രാജാവ് രാമവർമ്മയായിരുന്നു 12ാം നൂറ്റാണ്ടിൽ ചേര രാജാക്കന്മാരിൽ. അവിടുന്നാണ് കൊച്ചി രാജകുടുംബം ഉണ്ടായതെന്ന് പറയുന്നു. തിരുവിതാംകൂറുകാരും പറയണം ഞങ്ങൾ ഇവിടെ നിന്നുണ്ടായതാണ്. സാമൂതിരിയും പറയുന്നുണ്ട് ചേര രാജാക്കന്മാരുടെ അവിടെ നിന്നാണ് ഞങ്ങൾ ഉണ്ടായത്. ഇത് മൂന്നും കൂടെ എങ്ങനെ യോജിക്കും? എല്ലാവരും ചേര രാജാക്കന്മാരുടെ പരമ്പരയാണെങ്കിൽ എല്ലാവരുടെയും സംസ്കാരത്തിനും അവരുടെ രീതിക്കും ജീവിത രീതിക്കും എല്ലാം വ്യത്യാസമുണ്ട്. അതിൽ കൊച്ചി രാജാക്കന്മാർ ഏതാണ്ട് നമ്പൂതിരിമാരുടെ എല്ലാ ചടങ്ങുകളും നിർവഹിക്കുന്ന നമ്പൂതിരിമാരുടെ തന്നെ ഒരു ജീവിതം ശൈലിയാണ് അവർ ആദ്യമായിട്ട് സ്വീകരിച്ചു വരുന്നത്. മറ്റുള്ളത് അങ്ങനെയല്ല. അന്നേരം പിന്നെ ഈ എവിടുന്ന് ഉണ്ടായി എന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു രേഖയില്ല. അതാണ് ഈ പോർച്ചുഗീസുകാരുടെ വരവ് മുതലാണ് കടലാസിലും അതിലൊക്കെ എഴുതിയ ചില രേഖകൾ നമുക്ക് കിട്ടുന്നത്. ഡച്ചായപ്പോൾ കുറച്ചൊക്കെ കൂടുതൽ കിട്ടി തുടങ്ങി, ഇംഗ്ലീഷായപ്പോൾ അങ്ങനെയാണ് വന്നേക്കുന്നത്. അതിന് മുമ്പുള്ള നമ്മൾ ഈ കേട്ടുകേൾവിയാണല്ലോ പ്രധാനമായിട്ടുള്ളൂ. പിന്നെ ചുരുക്കം ചില കരിങ്കല്ല് എഴുതിയ ശിലാലിഖിതങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടാവുന്ന അത് നമ്മളെടുത്ത് ആണ് ഇപ്പോൾ ഒരു ചരിത്രം ഉണ്ടാക്കിയേക്കണേ. കൊച്ചി രാജകുടുംബത്തിൻ്റെ പറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ 15ാം നൂറ്റാണ്ടിന് മുമ്പ്. അപ്പോൾ നമ്മൾ അതിന് ശേഷമുള്ള ചരിത്രം പൂർണ്ണമായിട്ടും ചരിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അതിന് മുമ്പുള്ളത് നമ്മൾ ഈ പറഞ്ഞു കേട്ടതും പാരമ്പര്യവും ഒക്കെ എടുത്ത് അതിൽ ഏതാണ് ശുദ്ധം നോക്കി ഏതാണ് ഏറ്റവും ഭേദം നോക്കി അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാജകുടുംബ ചരിത്രം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയണത്. ഞാൻ ഈ കൊച്ചി രാജ്യചരിത്രം പ്രത്യേകമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എങ്കിലും കുറേ ഈ ആർക്കിയോളജിക്കൽ സർവേ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ പുതിയ ന്യൂ സ്റ്റോണേജിലെ കുറേ സ്മാരകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ലിഖിതങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ആ ക്ഷേത്രത്തിന് ലിഖിതം കിട്ടാണെങ്കിൽ ക്ഷേത്രത്തിനെ പറ്റിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ 12ാം നൂറ്റാണ്ടിൽ രാമവർമ്മയാണ് നമ്മുടെ പൂർണ്ണത്രയീശ്വര ക്ഷേത്രം പണിയിച്ചത് എന്ന് അതും ഈ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. പൂർണ്ണത്രയീശ്വര ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് രാമവർമ്മ എന്നുള്ളത് അവസാനത്തെ ചേര രാജാവാണ്. അതിന് ശേഷമാണ് അത് കൊച്ചി രാജാവിന് അത് കഴിഞ്ഞ് വളരെയധികം കാലം ശേഷമാണ് കൊച്ചി രാജാവിൻ്റെ കിട്ടണേ ഈ ക്ഷേത്രം. പിന്നെ കൊച്ചി രാജാക്കന്മാരുടെ രാജകുടുംബത്തിന് അവരുടെ കുടുംബ ദേവതമാർ എത്രയുണ്ട്? ഇരിങ്ങാലക്കുട അല്ല, മറ്റേ തിരുവഞ്ചിക്കുളത്തപ്പൻ, അതാണ് ആദ്യത്തെ കുടുംബ ദേവത. അത് കഴിഞ്ഞിട്ട് പഴയന്നൂർ, പിന്നെ ഇവിടെ എന്താ വെള്ളാർപിള്ള അല്ലേ, പുതിയറ, പിന്നെ അവിടെ ഒരെണ്ണമല്ലേ അവിടെ പുതിയട അല്ല, അവിടെ നമ്മുടെ
മറ്റേ മാധവൻകുട്ടിയുടെയൊക്കെ സ്ഥലത്തിൻ്റെ അടുത്തൊരു തിരുവല്ലാമല. അങ്ങനെയുള്ള പല ദേവന്മാരും ഇവരുടെ കുടുംബദേവതകളായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അവസാനമാണ് തൃപ്പൂണിത്തുറയപ്പം വന്നത്. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്ന് പറയാൻ നിർത്തിയില്ലാണ്ട് വരും. ഈ വന്നേരിയിലുണ്ടൊരെണ്ണം. അത് അവിടുന്ന് വന്നേരി ഈ മാടഭൂപതി എന്ന് വന്നത് അവിടെ നിന്നാണെന്ന് ആണ് പറയണേ. മാടമ്പലിൻ്റെ സ്വത്തുക്കൾ കൊച്ചി രാജകുടുംബത്തിന് കിട്ടിയെന്നും അത് പെരുമ്പടപ്പിൻ്റെ അത് ശേഷമാണ് പെരുമ്പടപ്പ് സ്വരൂപം ഉണ്ടായതെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിനും പ്രത്യേകമായിട്ടൊരു രേഖ കാണിക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. അതുകൊണ്ട് അതിനെ പറ്റി എന്തെങ്കിലും ഈ പാനലിലുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ നമുക്കത് ജ്ഞാനപ്രദമായിരിക്കും. ഞാൻ ഈ രോമത്തിലെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ആളുകളുടെ വ്യൂ അതിപ്പം വ്യത്യാസം വരും. രാജാക്കന്മാർ ഒരു കോൺസ്റ്റാൻ്റൈൻ രാമവർമ്മ കൊച്ചി രാജാവിൻ്റെ മകൻ രാമവർമ്മ ക്രിസ്തുമതം സ്വീകരിച്ചു. അത് എൻ്റെ സ്വീകരിച്ചതിൻ്റെ ആ പുസ്തകം അത് ഒപ്പിട്ട് ആ പുസ്തകം അത് ഇവിടെ പണ്ടിരിപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് 1800 ഞാൻ പറയാം. അല്ല, ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ബാപ്റ്റിസം. ഓൺ ദിസ് 5th day of April in the year of our Lord 1835 1800 ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. Constantine year on 1816 was baptized by me. Yes, Retsab officiating clergyman. അതാണ് ആ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അന്നും ഈ രാജകുടുംബത്തെ അംഗത്തിനെ ക്രിസ്ത്യാനി ആക്കിയെന്നാണ് ഇപ്പോൾ പറഞ്ഞു നോക്കണം. ആളുടെ വിശ്വജീവനം തന്നെയാണ്. അന്നേരം ഈ ശക്തൻ നമ്പൂതിരിയുടെ ശേഷം ഉണ്ടായ 2 പേരെ നമ്പുഷ്ടാരുവരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരുടെ കുട്ടികളാവും. അത്രേ ഊഹിക്കാൻ അല്ല, അത്രേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ അവർക്ക് ഈ മരുമക്കത്തായത്തെ പറ്റി ഒരു വിവരമില്ല. അത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് വളരെ കുറവാണ്. നമ്മുടെ ഈ ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ മരുമക്കത്തായത്തെ പറ്റി ബാക്കി ആളുകൾക്ക് വളരെയധികം പരിഭ്രാന്തി അല്ല അറിവില്ലായ്മ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ രാജാവിൻ്റെ മകൻ ക്രിസ്ത്യാനിയായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനെ എഴുതുമ്പോൾ പുസ്തകം എഴുതുമ്പോൾ ചിന്തിക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മുടെ പാനൽ സമയം ഒരു 5 മിനിറ്റ് എന്നാണ് പറഞ്ഞേ. 5 മിനിറ്റ് മതിയാവില്ല. എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല. അല്ല, ഒരു 10 മിനിറ്റ് ആവാന്ന് എനിക്ക് തോന്നണേ. എന്താ പറയേണ്ടത്? വിഷയം ഇത് തന്നെ. ഔട്ട്സൈഡ് വ്യൂ ഓഫ് കൊച്ചി റോയൽ ഫാമിലി. റോയൽ ഫാമിലിയെ പറ്റി ബാക്കിയുള്ളവരുടെ പുറത്തുള്ളവരുടെ എൻ്റെ അനുഭവം പറഞ്ഞാലോ? അനുഭവമല്ല, അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഔട്ട്സൈഡർ ആണോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി രാജകുടുംബത്തിൽ ഇവിടെ ഞാൻ വരാൻ കാരണം അച്ഛൻ ഇവിടുത്തെ ആയതുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് തലമുറയിൽ കൊച്ചി രാജാവും പാലിത്തച്ഛനും വലിയ ശത്രുക്കളാണെന്നാണ്. പരസ്പരം കണ്ടാൽ വെട്ടിക്കൊല്ലും എന്ന് വരെ വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയും കൂടി വിവാഹം കഴിച്ചു കഴിയുമ്പോൾ തന്നെ പാലിത്ത ആളുകൾക്ക് നല്ല പേടിയുണ്ട്, എന്തിനാ കൊണ്ടുവരണേ, കൊല്ലാനാണോന്ന്. അപ്പോൾ അമ്മയുടെ അമ്മയും ഒരു അമ്മാവനും കൂടി വന്നിട്ടാണ് ഇവിടെ നേരെ പാലിത്ത് താമസിച്ചത്. അങ്ങനെയാണ്. പക്ഷേ ആ കാലത്ത് പിന്നെ ഞങ്ങൾ ഒരു ബന്ധം ഉണ്ടാവലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് തൃപ്പൂണിത്തുറ കൊല്ലത്ത് തെരണ്ട കല്യാണം ഉണ്ടെങ്കിൽ കുട പിടിക്കാൻ അമ്മ വേണമെന്നായി. അപ്പോൾ അതേപോലെ പരസ്പരം അത്രയും ബദ്ധശത്രുക്കളായിരുന്നവർ പിന്നെ മുതൽ ഇതൊരു അവകാശമായി. പാലിയത്ത് ഇവിടുത്തെ സ്ത്രീക്ക് അവകാശമാണ് ഇവിടെ കുട പിടിക്കാനുള്ള അവകാശം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തല്ല, ഞാൻ എൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ കണ്ടിട്ടില്ല. അച്ഛനെ തൊടാൻ പാടില്ല. അച്ഛൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ തൊടാൻ പാടുള്ളൂ. അതുപോലെ രാത്രിയാണെങ്കിൽ കിടക്കാൻ പോകുമ്പോഴേ തൊടാൻ പാടുള്ളൂ. പക്ഷെ അച്ഛൻ കഥയൊക്കെ പറയും.
അച്ഛനെ ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കി തമ്പുരാക്കന്മാരെ എന്തായിരിക്കും? എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരുണ്ടായിരുന്നവർ ഞാൻ ജനിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൊല്ലുവത്ത് വരും, ഈ രാജഭവനാണ്. അച്ഛൻ്റെ അമ്മയ്ക്ക് കണ്ണ് കാണില്ല, നേരത്തെ തന്നെ കണ്ണ് കാണാണ്ടായി. അപ്പോൾ അതിൽ നടന്നു പോകുമ്പോൾ ഈ കാലിൻ്റെ ഒച്ച കേട്ടാൽ അവർ ചോദിക്കും, ആരാ, രവിയാണോ? ആ, രവി അപ്പം മുകളിലുണ്ട്, പൊക്കോളോ എന്ന് പറയും. ഇതാണ് നമുക്ക് അടുത്തുള്ളൊരു ബന്ധം. പിന്നെ കോലുകങ്ങളിൽ ശുദ്ധം ഒരു പ്രത്യേക ശുദ്ധമാണ്. വാലിക്കാർത്തികൾക്കും വാലിക്കാരന്മാരും അകത്തേക്ക് പോകാം, നമുക്കൊന്നും അകത്ത് കയറാൻ പാടില്ല. അപ്പോൾ അമ്മ അത് വളരെ നിഷ്കർഷിക്കാറുണ്ട്, ഏതെങ്കിലും കോലത്ത് പോയാൽ മുറ്റത്തെ നിൽക്കാൻ പാടുള്ളൂ, ഇറയത്തേക്ക് കയറരുത്. അത് അമ്മയ്ക്ക് അവകാശമുള്ളൂ. ഇറയത്തേക്ക് കയറാനുള്ള അവകാശം അമ്മയ്ക്കേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ പാടില്ല. കാരണം അവിടെ ചവിട്ടിയുണ്ട്, ചവിട്ടി ആരും തൊടാൻ പാടില്ല. ശുദ്ധമായിട്ടുള്ള തമ്പരാനും തൊടാൻ പാടില്ല, ശുദ്ധമായിട്ട് അല്ലാത്തവരും തൊടാൻ പാടില്ല. ചവിട്ടി ആരും തൊടാൻ പാടില്ല എന്നാണ് അവിടെ. അത്ഭുതം തോന്നുന്നില്ല, എന്തിനാ ചവിട്ടി എന്ന് പേര് പറഞ്ഞാൽ എന്തിനാണ്? നമ്മളിവിടെ ചവിട്ടി വിടരുത്, ചവിട്ടി വിടരുത്. എന്താ കാരണം? അതുമ്പോൾ വല്ല നൂലുണ്ടാവും, നൂലുണ്ടെങ്കിൽ അയിത്തായി. ഇതാണ് അന്നത്തെ അനുഭവം. അപ്പോൾ കോലുകളിലേക്ക് കിടക്കാണ്ട് കോലത്ത് മുറ്റത്ത് നിന്ന്, അപ്പോൾ ശരിക്കും ഔട്ട്സൈഡറുടെ വ്യൂ തന്നെയാണ്. പിന്നെ അത്യാവശ്യം പോണത് ചുവരത്ത് ബ്രഹ്മലാൻ്റെ കോലത്ത് പോകുമ്പോൾ അകത്ത് പോവാം. കുട്ടികളെ വലിയ ഇഷ്ടമായതുകൊണ്ട് അടുക്ക പോയിരിക്കാം. അവിടെ ഒരു 7-8 വയസ്സ് വരെ ചമ്പരം പടഞ്ഞ് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും കൊണ്ട് സാധനം നിലത്തിട്ട് വരും. എന്നിട്ട് ഇട്ട് തരുന്നത് അവിടെ ഇടുന്നുണ്ട്, എടുത്തോളൂ പറയും. നമ്മുടെ ഒപ്പം ഇരിക്കും. മുണ്ട് മാത്രമേ ഉള്ളൂ, രണ്ടാം മുണ്ട് കസേരയുടെ കയ്യമ്മയുടെ, സ്വന്തം കയ്യമ്മയല്ല. ഈ നീരാട്ടിലെ കഴിഞ്ഞ് വരുമ്പോൾ കയ്യമ്മ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കസേരയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മുണ്ട് ആവശ്യമില്ല. ഇങ്ങനെ അവിടെയാണ് ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു അകത്ത് പ്രവേശിച്ചെന്ന് പറയാം. നമ്മുടെ കോലുകളിലൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ ചെറിയമ്മയാണ് അമ്മച്ചേച്ചമ്പരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരും ശുദ്ധമാണ്, ശുദ്ധം മാത്രമല്ല തോന്നിയത് പറയുകയും ചെയ്യും. അലോഗ്യം തോന്നിയാൽ അലോഗ്യം പറഞ്ഞാൽ ആർക്കും എന്ത് വന്നാലും ഒരു വിഷമമില്ല. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അമ്മ വളരെ സൂക്ഷിച്ച് പറയും, പുറത്തു നിന്നാൽ മതി. പിന്നെ അവിടുന്ന് പോരാറാകുമ്പോൾ അടിയം വിടകൊള്ളട്ടെ എന്ന് പറയണം. അതായാലേ കൊണ്ടുപോകുള്ളൂ കോലുകളിലേക്ക്. അടിയം വിടകൊള്ളട്ടെ എന്ന് പറയാറാണ്. അപ്പോൾ ഈ വേടാന്ന് ചെന്നാൽ അറിയില്ല, പെടകൊള്ളട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയേണ്ട കാര്യം? അതും കൂടി പറഞ്ഞാലേ അവിടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരു ദിവസം പറഞ്ഞില്ല വെച്ചാൽ പിന്നെ അമ്മ പോകുമ്പോൾ കൊണ്ടുപോയില്ല. പിന്നെ അതിൽ നിന്ന് വ്യത്യാസമുള്ളത് ചന്ദ്രവിലാസത്തിലാണ്. അത് ആ പേര് തന്നെ ഒരു സാധാരണ പേരല്ലല്ലോ. അപ്പോൾ അവിടെയാണെങ്കിലും പോകുമ്പോൾ സംഗീതത്തിനോട് ബന്ധമുണ്ടെങ്കിൽ പോവാം. അമ്മ എനിക്ക് സംഗീതത്തിനോട് ബന്ധമില്ല, പിന്നെ ചേട്ടനാണ് കുറച്ച് ബന്ധമുള്ളത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് കോലുകളിൽ ആക്സസ് ഇല്ലാത്ത ഒരു വർഗത്തിൽപ്പെട്ടായിരുന്നു ഞങ്ങൾ. പക്ഷെ നമുക്കതിൽ സങ്കടപ്പെടാനില്ല. ഞങ്ങളുടെ പാലിത്ത് പോയാലും ഇതുപോലെ തന്നെയാണ്. ഒരമ്മായിമാരെ ഞങ്ങളുടെ അകത്ത് കയറ്റില്ല. ഞങ്ങളുടെ ഒന്നിച്ച് ഒരൊറ്റയാൾക്കും ചോറ് കൊടുക്കില്ല. പാലിത്ത് ഒരു സ്ത്രീക്ക് ജനിക്കാത്ത ഒരാൾക്കും നമ്മുടെ ഒപ്പം നൂണ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് ശീലിച്ച കാരണം ഇവിടെ എന്ത് വന്നാലും നമ്മൾ സഹിച്ചിരുന്നു. പിന്നെ ഒരു വ്യത്യാസം വന്നത് വൃന്ദാവനത്തിൽ RVRT എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അവിടെ 3 പുരുഷന്മാരും പുരുഷന്മാരെ പോലെ തന്നെയുള്ള അമ്മു തമ്പുരാനുമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര വലിയ ശുദ്ധം നോക്കണ്ട. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ കോലത്തകത്ത് കയറിയിരിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ തമ്പരക്കന്മാർക്ക് വേറെ സീറ്റാണ്. മാഷന്മാരുടെ വേഷത്തിൽ എല്ലാ തമ്പരക്കന്മാരും കോട്ടിടണം. കോട്ടെ അലക്കാൻ കൊടുത്ത സമയം വെച്ചാൽ 2ാം മുണ്ടിടണം. 5ാം ക്ലാസ് മുതൽ CR ഒക്കെ കുഞ്ഞുണ്ണത്തമ്മനൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ് 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ തമ്പരക്കന്മാർ കുറച്ച് ബെഞ്ചിട്ടുണ്ടാവും, അവരവിടെ ഇരിക്കും. നമ്മൾ തൊടാണ്ടിരിക്കണം. അവർക്ക് ഉച്ചയ്ക്ക് ശുദ്ധമായിട്ട് വേണം. ഒരു മുറി വേറെ ഉണ്ട്, എല്ലാം വേറെ ഉണ്ട് അവർക്ക്. അങ്ങനെ തൊടാൻ പാടില്ല. അതുപോലെ മാഷന്മാരെ ചീത്ത പറയില്ല. അങ്ങനെ ദേഷ്യം വന്നാൽ ചോക്ക് വലിച്ചെറിയ ഒറ്റ ചെയ്യുമോ എന്നറിയില്ല. അങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്ന പേരല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബോയ്സ് ഹൈസ്കൂളിൽ പോകുമ്പോൾ തമ്പരക്കന്മാർക്ക് അവിടെ ചെല്ലാനായിട്ട് കുതിരവണ്ടിയുണ്ട്, വെയിറ്റിംഗ് റൂമുണ്ട്. ഇവിടെ പ്രിൻസസ് ബ്രാഞ്ചിലും വെയിറ്റിംഗ് റൂമുണ്ട്. ഈ കുതിരവണ്ടിയും ഒക്കെ ആയിട്ട് അവിടെ വന്ന് അവർ ഇറങ്ങി ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ വേറെ മുറിയ വേറെ ഇതാണ്. പക്ഷേ അവിടെ ശുദ്ധത്തിൻ്റെ മാത്രമല്ല എന്ന് തോന്നുന്നുണ്ട്. വേറെ ബെഞ്ചിട്ടിട്ട് അവിടെയാണ് ഇരിക്കുക. രവിച്ചേട്ടൻ നല്ല ഓർമ്മയുണ്ടാവും ഇല്ലേ? ആ കാലങ്ങളിൽ മാഷന്മാരങ്ങോട്ട് നോക്കുകയുള്ളൂ, അറ്റൻഡൻസ് പേര് വിളിക്കില്ല. തമ്പരാനെ ഇനിയിപ്പിച്ച് നിർത്താണ്ടിരിക്കാൻ അവർ നോക്കും. ഇങ്ങനെയാണ് നമ്മുടെ ആദ്യകാലങ്ങളിൽ ബന്ധമുള്ളത്. പിന്നെ ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കാത്ത കാരണം മറ്റേ പ്രശ്നം വേണ്ടിയൊന്നുമില്ല. ഈ തമ്പരക്കന്മാരായിട്ട് അവിടെ ബന്ധം. പിന്നെ കളിക്കാൻ വരുമ്പോൾ എല്ലാവരും എനിക്ക് തമ്പുരാനെന്ന് വിളിക്കണം. അപ്പോൾ ഈ എല്ലാവരും ഈ ആറാറൊക്കെ അന്ന് രാജപ്പൻ തമ്പുരാനാണ്. എല്ലാ തമ്പുരാക്കന്മാരും തമ്പുരാനെ ചേർക്കാണ്ട് വിളിക്കാൻ നിർത്തിയില്ല എല്ലാവരെയും. അപ്പോൾ എല്ലാവരുടെയും പേര് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം. കുറേ കഴിഞ്ഞ് ഞാനൊരു യോഗ്യനായ ശേഷമാണ് ഈ അക്കം വിളിക്കാറായത്. ഇപ്പോൾ ആറാറെന്ന് വിളിച്ചാൽ അപ്പോൾ യോഗ്യമില്ല. KKR എന്നൊക്കെ വിളിക്കാം. ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകൊണ്ട് കുട്ടൻ തമ്പുരാൻ വിളിക്കണം. KKR സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതാണ് എന്നത് അനുഭവം. പക്ഷേ ഇത് നിർബന്ധിച്ചുള്ളൊരു
ഒരു അകറ്റിയിരുത്തണം എന്ന് പറയാം. തുടങ്ങി കഴിഞ്ഞപ്പോഴോ പിന്നല്ല. അതുപോലെ സ്ത്രീകൾ തമ്പരക്കന്മാരായിട്ട് മിണ്ടാറേയില്ല. മിണ്ടാറിൽ തന്നെ മാറി കിടക്കുകയും കൂടി ചെയ്യും, കണ്ടില്ല എന്ന് നടിക്കും. നമ്മുടെ കോലത്തെ തമ്പരക്കന്മാർ ഇപ്പോഴും അതിൻ്റെ ഗതി. അച്ഛൻ്റെ തെക്കേ തിരുമലാംകുടിയാണ് നമ്മുടെ കോലുമായിട്ട് പറയുക. അവിടുത്തെ ആളുകൾ അപ്പോഴത്തെ തുടർന്നുണ്ട് അവർ. അമ്മച്ചി തമ്പുരാൻ്റെ കാലത്തുള്ള പോലെ തന്നെയാണ്. ബാക്കിയുള്ളതിൽ വളരെ ഭേദമായി. പിന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് അത് നമ്മുടെ കുട്ടികളായിട്ട് മാറുന്നത്. പിന്നെ ഞാൻ ആൾ മാറി, രവി എന്ന് മാറിയിട്ട് ബാക്കിയുള്ളവർ രവി എന്ന് വിളിച്ചു. പിന്നെ രവി അച്ഛമ്മാവനും രവി അച്ഛൻ ജയിച്ചേട്ടനും അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഈ കുടുംബത്തിന് ഒരു ബന്ധം വരുന്നത്. അതുപോലെ നമ്മുടെ കുടുംബവും പാലിയായിട്ടുള്ള ബന്ധവും ഈ പോർച്ചുഗീസുകാരുടെ കാലത്തുനിന്ന് രക്ഷപ്പെടുത്തി ഡച്ചുകാരുടെ അവിടെ കൊണ്ടുവരുന്നതിന് പാലിയത്തച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1809 മെക്കോളെ സാഹിബിനെ പുറത്തേക്കാനാക്കിയതോടു കൂടിയിട്ടാണ് പാലിയത്തച്ഛനും വല്യമ്പരാനുമായിട്ട് വലിയ വഴക്കുണ്ടായത്. എന്നുവെച്ചാൽ ഓഫ്കോഴ്സ് ആ വല്യമ്പരാൻ വഴക്കൊന്നുമില്ല. അത് ശേഷമുള്ള ആളുകൾ പാലിയത്തച്ഛനാണ് ഇതിന് കാരണം. രാജാവിൻ്റെ ചില ശക്തികൾ പോയി എന്നൊക്കെ ഒരു ധാരണയിൽ അന്നത്തെ ചില കറസ്പോണ്ടൻസിൻ്റെ അടുക്കുണ്ട്. അത് കഴിഞ്ഞാണ് ചിങ്ങമാസത്തിൻ്റെ കാലത്താണ് വലിയ വഴക്കുണ്ടായത്. ആ കുറേ കാലം ഒരു 10-50 കൊല്ലം പരസ്പരം മിണ്ടാണ്ട്, വഴിക്ക് കണ്ടാൽ തന്നെ മിണ്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അതിന് രോഗിയായി അമ്മ കല്യാണം വടക്കേക്കുറുപ്പം വഴി അമ്മ കല്യാണമായിട്ട് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയട്ടെ. എല്ലാ കോലങ്ങളിലും നടന്നു പോകണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോലമൊന്നും വ്യത്യാസമില്ല, എല്ലാ കോലങ്ങളിലും പോയിരുന്ന ഒരുപക്ഷെ ഏക നെയ്ത്തുകാരമേ ആവാം വേണമെങ്കിൽ അമ്മ. അങ്ങനെ ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഇവിടെ അമ്പലത്തിൽ അഹസ് പാലിയിരുന്ന് കഴിക്കണം. അതിന് പാലിയിരുന്ന ഒരാൾ വരണം, വന്ന് വല്യമ്പരാനെ കണ്ട് വല്യമ്പരാനെ എന്തോ കാഴ്ച വെക്കണം. ഈ കാഴ്ച വെച്ച് പോയിട്ട് ശേഷമേ ഈ അമ്പലത്തിൽ ഇത് അനുവദിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് നമ്മളൊരു അലൂഫ്നെസ് ഇന്നേവയുണ്ട്, പക്ഷേ സ്വന്തമാണ് താനും. അപ്പോൾ പാലിയത്ത് ചെന്ന് കഴിഞ്ഞാൽ, അച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കോലുമുണ്ട്, അവിടെ വേറെ താമസിക്കും. നമ്പൂതിരിമാരോടൊപ്പമല്ല, നമ്പൂതിരിമാർ അവിടെ നിന്ന് പകർച്ച കൊണ്ടുവച്ച്. പക്ഷേ നമുക്കവിടെ ചോറ് കിട്ടില്ല, നമുക്ക് ചോറ് ഇളയതിൻ്റെ അവിടെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ദ്വിഭരണം എന്ന് പറയട്ടെ, ക്ലൈവിൻ്റെ ദ്വിഭരണം മാതിരി അച്ഛൻ ഊണ് കഴിക്കുന്നത് നമുക്ക് കാണാൻ പാടില്ല. നമ്മുടെ അവിടെ 2 മുറിയുണ്ട്. ഒരു മുറിയിൽ അച്ഛന് ഊണ് കഴിക്കാൻ, മറ്റൊരു മുറിയിൽ ഞങ്ങൾക്ക് കുളിക്കാൻ. 2 കടവുണ്ട്, ഒന്ന് അച്ഛന് കുളിക്കാൻ, മറ്റൊന്ന് ബാക്കിയുള്ളവർക്ക് അച്ഛനില്ലാത്ത സമയത്ത് കുളിക്കാൻ. ഇങ്ങനൊരു വിശേഷമുള്ളത്. ഈ നമ്മൾ നിൽക്കുന്ന കടവിൽ അച്ഛൻ കുളിച്ചാൽ അച്ഛൻ ശുദ്ധാവില്ല. അപ്പം മനസ്സിലാവുമോ? ഒരു ഈ നമ്പൂതിരിമാർക്കേ കുളിക്കുന്ന സമയത്ത് അവിടെ മറ്റ് ജാതിക്കാർ നിന്നാൽ ശുദ്ധാവില്ല. അപ്പോൾ കുളത്തിന് ശുദ്ധം അങ്ങനെ ഒരു ചടങ്ങുണ്ട്. പിന്നെ കഴിഞ്ഞാൽ ഈ അശുദ്ധി വന്നു കഴിഞ്ഞാൽ പുണ്യാഹം, ഇങ്ങനെയൊക്കെ പല ഗുലുമാലുകളുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ കോലത്ത് തന്നെ അതായതുകൊണ്ട് നമുക്ക് പുറത്തൊരു വിഷമം തോന്നില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ, ഇവരും നമ്മളെപ്പോലെ തന്നെ ഉള്ള മനുഷ്യർ തന്നെയാണ് എന്ന് മനസ്സിലാവുകയും റിയലൈസ് ചെയ്യണം. അത് കഴിയുമ്പോൾ പിന്നെന്താ, ഇല്ല ഒന്നും തന്നെയാണ്. പക്ഷേ ഈ അലൂഫ്നെസ് ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും പരിപൂർണമായിട്ട് ഏതെങ്കിലും ഒരു തമ്പരാൻ്റെ തോളത്ത് കഴിയണാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഞാൻ പഠിപ്പിച്ച ആളുകളാച്ചാൽ പുറത്തൊരു തട്ടൊക്കെ തട്ടാം, മറ്റത് ഇല്ല. അപ്പോൾ എന്നെ അതുപോലെ വിളിക്കുന്നത് അതെ രവി എച്ചാതിനാട് സാധാരണ മനുഷ്യരെ പോലെ രവി എന്ന് വിളിക്കാനുള്ള ആൾ വളരെ കുറവാണ്. ഇപ്പോൾ കുഞ്ഞുണ്ണി തമ്പരാനെന്നറിയില്ല, രവി തന്നെയല്ലേ തമ്പരക്കന്മാർ. മറ്റാളുകളായിട്ട് കൂട്ടി കെട്ടിപ്പിടിക്കുക വേണ്ടി വരില്ലേ? കബഡി മിറ്റ കളിക്കാൻ പറ്റുമോ രാജാവും രാജാവിൻ്റെ അല്ലാത്ത ആളുകളും കൂടി? അപ്പോൾ ആ കാലത്ത് കളിക്കാന്നുള്ളത് ടെന്നീസ്, ഗോൾഫ് ഇവിടെ ഇല്ല, ക്രിക്കറ്റ്. ഇതാണ് പരസ്പര ബന്ധം. അത് ഒരു അകന്ന ബന്ധം മതിയല്ലോ. ക്രിക്കറ്റിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ 22 വാര ദൂരം നിന്നുള്ള കളി മതി, അടുക്ക പോണ്ട. അങ്ങനെ കളി കൂടിയാണ് നമ്മൾ വളർന്ന് അടുത്തത്. എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കളിക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ കഥകളിയിൽ വേഷം കെട്ടുള്ള എന്ത് വേണം ചെയ്യുക ആളുകൾ. ഇപ്പോൾ രാജകുടുംബം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലാത്തതല്ലേ. പക്ഷേ അത് പണ്ടത്തെ അത്ഭുതകരമായ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കണം. രാജ്യമില്ലാത്ത രാജാവായിരുന്നു കൊച്ചി മഹാരാജ രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു. രാജാവ് താമസിക്കണ തൃപ്പൂണിത്തുറ കോലം പോലും ഇവിടെ തൃപ്പൂണിത്തുറപ്പൻ്റെ വെറുമ്പാട്ടായിരുന്നു ഭൂമി. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ഒരു രാജാവായിരുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാം ജന്മിമാരുടെയാണ്. ജന്മിമാർക്ക് അന്നത്തെ നിയമപ്രകാരം വെറുമ്പാട്ടക്കാരന് ഒരു നോട്ടീസ് കൊടുത്താൽ ഒഴിഞ്ഞു പോകണം നിയമപരമായിട്ട്. അത് വരാതിരിക്കാനാണ് ഹിൽ പാലസ് അക്വയർ ചെയ്തെന്ന് ഒരു കഥയുണ്ട്. കോക്കര നമ്പൂരി എടുക്കുന്ന അക്വയർ ചെയ്ത് ഗവൺമെൻറ് ആവാം, ഗവൺമെൻറ് അക്വയർ ചെയ്ത് രാജാവിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു, അവിടുന്ന് പോകണ്ടല്ലോ. അങ്ങനെയാണ്. എന്നിട്ടും കേരളത്തിലെ ഏറ്റവും മാന്യതയുള്ള ഓണറീസ് ഓർ ഫാമിലി ട്രഷർ എന്ന് പറഞ്ഞാൽ ആ മാന്യത കിട്ടിയിരുന്നു. ഇത് നമ്പൂതിരിമാരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇദ്ദേഹത്തിനാണ് പരിപൂർണ ചുമതല. എന്ത് കാര്യം വന്നാലും നമ്പൂതിരിമാർ തീരുമാനിക്കും, വൈദികന്മാരും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് അത് അവസാനം പ്രഖ്യാപിക്കേണ്ടത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവ് പ്രഖ്യാപിച്ചാലേ അതിന് ആധികാരികത കിട്ടുള്ളൂ.
ഇത് സാമൂതിരിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. തിരുവിതാംകൂർ രാജാവിന് മോഹമുള്ളതുകൊണ്ട് ആഴ്വാരിച്ചേരി തമ്പ്രാക്കളെ ഇവിടെ കൊണ്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും കേരളത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നത എന്നുള്ള ബ്രാഹ്മണ നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചി രാജാവിൻ്റെ ആധിപത്യം അവർ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചിരുന്നു. ആരാണ് കൊച്ചി രാജാവ്? അതാ പ്രശ്നം. ചാഴൂർ തമ്പ്രാണെങ്കിൽ ചാഴൂർ തമ്പ്രാൻ, വെള്ളാരപ്പള്ളിയാണെങ്കിൽ വെള്ള തമ്പ്രാൻ, ഏതാണെന്നില്ല. കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ എല്ലാവരും അധിപൻ എന്ന അംഗീകാരം നമ്പൂതിരിമാരുണ്ടായിരുന്നു. അതിനന്ന് കേരളത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നമുക്ക് രാജ്യമില്ലാത്ത രാജാവാണെങ്കിലും ഏറ്റവും മാന്യതയോടുകൂടി ജീവിക്കാൻ സാധിക്കുക. അത് ഓണർ ഈസ് അവർ ഫാമിലി ട്രഷർ എന്ന വിധത്തിൽ ജീവിച്ചത് കൊണ്ട് കിട്ടിയതുമാണ്. നമസ്കാരം. കുറേ ദശാബ്ദങ്ങളായിട്ട് ഇൻ്ററാക്ഷൻ ഇല്ലാതെ ഐഡൻറ്റിറ്റി ക്രൈസിസിൽപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടുത്തെ ഈ തൃപ്പൂണിത്തുറ കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന തമ്പരാക്കന്മാർ. ഒരു തരത്തിൽ അമനീഷ്യ എന്ന് പറയട്ടെ. നമ്മളുടെ ഹെറിറ്റേജിനെ പറ്റി, നിങ്ങളുടെ ഹെറിറ്റേജിനെ പറ്റി നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു ഹെറിറ്റേജാണ്. നിങ്ങളിവിടെ ഈ കുടുംബത്തിൽ ജനിച്ചത് തന്നെ ഭഗവാന്റെയോ ചരിത്രത്തിൻ്റെയോ നിയോഗം കൊണ്ടാണ്, അല്ലാതെ വെറൊരു യാദൃച്ഛിക സംഭവമൊന്നുമല്ല. യാദൃച്ഛികം എന്ന് പറയുന്ന അശാസ്ത്രീയമായൊരു പദം തന്നെയാണ്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന ആ രത്നത്തിൻ്റെ വില അറിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം രമേശനാണ് ആ അമ്നീഷ്യയിൽ നിന്ന് നിങ്ങളെ ഒന്ന് ഉണർത്തിവിട്ടത്. ആ ഗോശ്രീ വംശാബലി എന്ന് പറഞ്ഞ ആ ഒരു പബ്ലിക്കേഷൻ വഴി വാസ്തവത്തിൽ ഒരു പുതിയ വെളിച്ചമാണ് അത് നിങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും നൽകിയത്. പക്ഷേ അത് കഴിഞ്ഞ് 12 കൊല്ലം പിന്നെയും ഒന്നുമില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു ഉണർവ് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുത. ഉണ്ടായോ എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഉണർന്ന് ഇപ്പോൾ കൊച്ചേക്ക അതിൻ്റെ നേതൃത്വം എടുത്തപ്പോൾ അന്ന് ഉണർന്നിട്ട് ഇപ്പോഴാവും അതിൻ്റെ ഫലം കാണാൻ തുടങ്ങിയത്. അപ്പോൾ രമേശന് അർഹിക്കുന്ന ആ ഒരു അംഗീകാരം ഞാൻ കൊടുക്കുകയാണ്. രമേശൻ അന്ന് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇങ്ങനെ കെ പി പത്മനാഭൻ്റെ കൊച്ചി ചരിത്രത്തിലും പുത്തേഴത്ത് രാമമേനോൻ്റെ ശക്തൻ തമ്പുരാനിലും ഒതുങ്ങി നിൽക്കുന്നൊരു ചരിത്രമായി ഇത് മാറുമായിരുന്നു. ഏതായാലും രമേശന് നന്ദി. ഇപ്പോൾ ഈ ഒരു തരത്തിൽ നല്ലൊരു സംരംഭം, ഇതൊരു പുതിയ തരത്തിലുള്ളൊരു സംരംഭമായി. മറ്റേത് ഒരു വ്യക്തിയുടെ കാര്യം. രാമൻ നമ്പൂതിരിക്ക് അർഹിക്കുന്ന ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഇതൊരു കൂട്ടായ ഒരു പ്രയത്നമായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു ശ്രമം തന്നെയാണ്. ഈ വംശത്തെപ്പറ്റി, രാജവംശത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെപ്പറ്റി സംസാരിക്കുന്നേയില്ല. അവിടെ മഹാരാജാക്കന്മാരെ പറ്റിയോ ഭരണത്തെപ്പറ്റിയോ ഒന്നും എനിക്കൊന്നും പ്രതിപാദിക്കാനില്ല. പക്ഷേ രാമൻ നമ്പൂതിരി ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോൾ ഇതിവിടെ തൃപ്പൂണിത്തുറ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ ഏതൊക്കെയോ വഴി താണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഏതെല്ലാം വഴി താണ്ടിയാണെന്നുള്ളത് വ്യക്തമായ ഒരു തെളിവൊന്നുമില്ല. കാരണം പല പ്രദേശങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ടി രാമൻ നമ്പീശൻ്റെ കേരളേശ്വരൻ വായിച്ചാൽ തോന്നും വെട്ടത്ത് രാജാവ് കൊച്ചി രാജാവും ഫസ്റ്റ് കസിൻസാണെന്ന്. അവിടെ അങ്ങനെ സൂചനയുണ്ട്. അപ്പോൾ ഒരു സമയം അവിടെ ആയിരിക്കാം. തിരൂരടുത്തുള്ള വെട്ടത്തുകാവ് ആ ഭഗവതി ആയിരിക്കും നിങ്ങളുടെ ഭരദേവത. എന്നിട്ട് ഒരു സമയം സാമൂതിരിയുടെ ആ എക്സ്പാൻഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഇതങ്ങോട്ട് വന്നപ്പോൾ, ആ അദ്ദേഹത്തിന് അധികാരം അങ്ങോട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമം വന്നപ്പോൾ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് തള്ളി. അങ്ങനെ മലബാറിലെ തന്നെ വന്നേരുനാട്ടിലേക്ക് വന്നു. അവിടെ നിന്നായിരിക്കും ഈ പെരുമ്പടപ്പ സ്വരൂപം എന്നുള്ള ഒരു പേര് കിട്ടിയിരിക്കുന്നത്. എന്ന് ഒരു പറഞ്ഞു കൊള്ളട്ടെ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന കച്ചേരിമലയിലെ പത്മിനി തമ്പുരാൻ്റെ മകള് ശാന്തയാണ്. ഈ പത്മിനി തമ്പുരാൻ്റെ ശതാഭിഷേകം ചിലപ്പോൾ തോന്നും ആക്സിഡൻസ് ഇല്ലെന്ന് തന്നെ ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ നിയോഗമായിരിക്കാം. ഈ പത്മിനി തമ്പുരാൻ്റെ ശതാഭിഷേകം എന്തോ ഒരു മുടക്കം വന്നു, പെറ്റവരി ഒറ്റ വന്നു. ദാനം കൊടുക്കേണ്ട എൻ്റെ ചുമതലയായി.
അപ്പം ഞാൻ ദാനം കൊടുക്കാനായിട്ട് അവിടെ ഇത് കൃഷ്ണൻ വഹിക്കനാണ്, തോട്ടക്കാട്ട് കൃഷ്ണനാണ്, ചെറുപ്പപ്രായം. അവിടെ എല്ലാം വിളക്കൊക്കെ കത്തിച്ചു വെച്ച് വിളക്കത്ത് പണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സങ്കല്പമുണ്ട്. പൂർണ്ണത്രേശ്വരന് വിളക്കത്ത് പണം, പഴയന്നൂരമ്മയ്ക്ക് വിളക്കത്ത് പണം, കൊയ്പ്പള്ളി തേവർക്ക് വിളക്കത്ത് പണം. അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ ചോദിച്ചു, ആരാ ഈ കക്ഷി എന്ന് ചോദിച്ചു. കൊയ്പ്പള്ളി തേവരോ, ഇതാരാ ഇത്? കൃഷ്ണൻ പറ, എനിക്ക് ഇങ്ങനെ പതിവുണ്ട് ഇവിടെ, ഇങ്ങനെ പൂർണ്ണത്രേശ്വരന്, പഴയന്നൂരമ്മയ്ക്ക്, കൊയ്പ്പള്ളി തേവർക്ക്, ഇതാരാ? അപ്പം ചോദിച്ചു, ഈ പണം എവിടേക്കാണ് പോകുന്നത്? എന്നിട്ട് പൂർണ്ണത്രേശ്വരനുള്ള ഭണ്ഡാരത്തിൽ പോകും, പഴയന്നൂരമ്മയ്ക്കുള്ള അവരുടെ അവിടേക്ക് പോകും, ഈ കൊയ്പ്പള്ളി തേവരുടെയൊക്കെ അവിടെ വെച്ചിരിക്കുന്ന വിളക്കത്ത് പണം എവിടേക്ക് പോകും? വാസ്തവത്തിൽ അറിയില്ല. ഞാൻ പൽമേൽ തമ്പുരാൻ്റെയൊക്കെ ചോദിച്ചു, ഇതാരാ? അറിയില്ല. 84 വയസ്സായിട്ടും അറിയില്ല. ഞാൻ കൊച്ചയുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഇതെവിടെയാണ്? പക്ഷേ അന്നത്തെ ഒരു സീനിയർ മെമ്പറാണ്. വാസ്തവത്തിൽ ആർക്കും അറിയില്ല ഈ കൊയ്പ്പള്ളി തേവർ ആരാന്ന്. അപ്പോൾ തോന്നി, അയ്യോ ഇതൊരു പെട്ടെന്ന് ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എനിക്ക് പൊതുവേ ഈ പൈതൃക പഠനം ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. ഫാമിലി ജീനിയോളജി, ഫാമിലി ട്രീ സംഘടിപ്പിക്കുക, സമാഹരിക്കുക, ഇതൊക്കെ എനിക്കൊരു ഭ്രമമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കൊയ്പ്പള്ളി തേവരുടെ ആസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഞാനന്ന് അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ എന്നിട്ട് ഞാൻ KPC അനിയനെ വിളിച്ചു പറഞ്ഞു, അനിയ നമുക്ക് ഈ കൊയ്പ്പള്ളി തേവരെ കണ്ടുപിടിക്കാണ്ട് പറ്റിയില്ല. കാരണം പടിഞ്ഞാറത്ത് കൊട്ടേരി കൊച്ചി രാജകുടുംബമായിട്ടുള്ള ബന്ധം എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമല്ലോ. അപ്പോൾ അനിയൻ പറഞ്ഞു, നോക്കാം, ചിലപ്പോൾ ഇങ്ങനെ ഇവർ വന്ന വഴി എവിടെ ആവും ഈ പറയുന്ന കൊയ്പ്പള്ളി തേവർ. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് തോന്നി, എന്നാൽ എന്തുകൊണ്ട് ഈ പെരുമ്പടപ്പം എന്ന് പറയുന്ന വന്നേരി നാട്ടിൽ ഭാഗ്യത്തിന് തോപ്പിലെ ഡോക്ടർ അമ്മിണി അവിടെ അടുത്താണ്, പൊന്നൂർക്കുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വേഗം അന്യം തന്നെ അമ്മിണിയുടെ ഹസ്ബൻഡ് ഡോക്ടർ മണ്ണൂർ കൃഷ്ണനമ്പൂരിക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു സ്ഥലം എവിടെയുള്ളത്, കൊയ്പ്പള്ളി തേവര എന്ന് പറയുന്നു, ആ പ്രദേശത്തെങ്ങാനും ആണോ? ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് രാത്രി ഇതൊക്കെ മണ്ണൂർ പറഞ്ഞു, ഉണ്ട്, ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു കൊയ്പ്പള്ളിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അമ്പലമുണ്ട്. ഒരു സമാധാനം. അനിയൻ പറഞ്ഞു, വെളുപ്പാങ്കാലത്ത് ഞാൻ തൃശ്ശൂർ വരാം, നമുക്ക് 2 പേർക്കും കൂടെ ഇനി കാത്തിരിക്കരുത്. പിറ്റേ ദിവസം വെളുപ്പിന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി. മുസ്ലിം ഇൻഫെസ്റ്റഡ് ഏരിയയാണ്. അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചു, കൊയ്പ്പള്ളി പറഞ്ഞ അമ്പലത്തിൽ അവിടെ പോകും. അവിടെ ചെന്നപ്പോൾ നല്ല അതിപുരാതനമായിട്ടൊരു അമ്പലം, ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഏത് ഓർഡറാണെന്ന് എനിക്ക് ഓർമ്മ, ആദ്യ പ്രധാനം ശിവൻ പ്രധാനപ്പെട്ട, തൊട്ടടുത്ത് വിഷ്ണുവിൻ്റെ, പിന്നെ ഇപ്പോൾ ഒരു അയ്യപ്പനും അവിടെ വന്ന് കൂടിയിട്ടുണ്ട്. പഴയൊരു അമ്പലം, പഴയ വെച്ചാൽ അതിമനോഹരമായിട്ടൊരു അമ്പലം. തൊഴാനും ആരുമില്ല, അതെ, തൊഴാനും ആരുമില്ല. അപ്പോൾ ഒരു മുല്ലപ്പള്ളിപ്പെട്ടേരിയാണ് അവിടുത്തെ ശാന്തി. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ അമ്പലം മലബാറിലാണ് കേട്ടോ. ആ അമ്പലം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. സമാധാനം അന്വേഷിച്ച് നടന്ന് പിടികിട്ടി. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മലബാറിൻ്റെ അമ്പലം വരിക. അപ്പോൾ തീർച്ചയായും കൊച്ചി ഗവൺമെൻറ് കൊച്ചി രാജകുടുംബമായിട്ട് അതിന് ബന്ധമുണ്ടെന്നുള്ളത്. അപ്പോൾ പോയി ചോദിച്ചു, ഈ പെരുമ്പടപ്പം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ പട്ടേൽ പറഞ്ഞു, ഞാൻ ഒരാളെ അയക്കാം, അയാളൊപ്പം കൂടെ വരും. പെരുമ്പടപ്പുറം എന്ന് പറഞ്ഞൊരു പറമ്പുണ്ട്, ഇപ്പം അത്രയേ ഉള്ളൂ. അയാളൊപ്പം വന്നു. ചെന്നപ്പോൾ ഒരു നടന്നു പോകാവുന്ന വരേ ഉള്ളൂ കേട്ടോ. കാരണം ദിവസം വേണമെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ പോവാം, അത്ര അകലേ ഉള്ളൂ. ഒരു വലിയൊരു തെങ്ങും പറമ്പം. അവിടെ അതിഗംഭീരമായിട്ടൊരു കിണർ. ആ കിണറിൻ്റെ ഗാംഭീര്യം കണ്ടെങ്കിലും മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒന്നാം തരമായിട്ട് കല്ല് കെട്ടി അതിവിശേഷപ്പെട്ട ഒരു കിണർ. അപ്പോൾ ഒരു സാധാരണ കിണറല്ല. നമ്മുടെയൊക്കെ ഈ അമ്പലത്തിലെ കിണർ ഇതോ അല്ലെങ്കിൽ വലിയ കോവിലങ്ങളിലൊക്കെ ഉള്ള കിണറൊക്കെ ഇല്ലേ, വലിയ മടപ്പള്ളിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള. അവിടെ ഇങ്ങനെ നിന്നു, മനസ്സിങ്ങനെ സങ്കല്പിച്ചു, ഇതൊരു സമയം പെരുമ്പടപ്പ് മനയുടെ അപ്പോൾ ഒരു സമയം ഇത് പെരുമ്പടപ്പ് നമ്പൂരിയുടെ മന, അവിടുത്തെ മടപ്പള്ളിയാവും, അല്ല പിന്നീട് കോവിലവുമായി. അങ്ങനെ വേണമെങ്കിൽ അവിടെ ഇന്നുകൊണ്ട് സങ്കല്പിച്ച് നോക്കിയാൽ ആ കോവിലകത്തിൻ്റെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രൂപരേഖ. ഇവിടെ വന്നു, അമ്മിണിയുടെ അവിടെ വന്ന് പ്രാതലൊക്കെ കഴിച്ചു. അപ്പം അമ്മിണി പറഞ്ഞു, ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല, ഇത്രക്കൊക്കെ പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ അറിയുന്നത്. അനിയൻ ഇവിടെ വന്ന് അതിഗംഭീരമായിട്ട് ഗോശ്രീ സംഘം ഇതിലേക്ക് വിശേഷത്തിലേക്കൊരു ലേഖനം അയച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് കുറേ ആളുകൾ
അവിടെയൊക്കെ പോയി കാണുകയുണ്ടായി. വളരെ സന്തോഷം. അപ്പോൾ ആ വഴിക്കാണ് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. ഇനി തിരുവഞ്ചിക്കുളത്ത് പഴയന്നൂർ തിരുവഞ്ചിക്കുളോ ഇമ്മറ്റീരിയലാണ്. കാരണം പഴയന്നൂരമ്മ നിങ്ങളുടെ പരദേവതയാണ്. ഈയിടെ ഞാൻ ചാഴൂർ കോവിലെത്തും. ചാഴൂരിൽ നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ദത്തു ഇങ്ങനെ ഇനി ചാഴൂർ വഴിയാണ് വന്നത് അതും അറിയില്ല. കാരണം ചാഴൂർ അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്താ വെച്ചാൽ ആ വളരെ പഴയൊരു കോലമാണ്. അതിനടുത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഇവരാണ് അതിൻ്റെ തന്ത്രം. അല്ലേ? അപ്പോൾ അന്ന് ചാഴൂർ നമ്പൂരി അല്ലേ? ചാഴൂർ നമ്പൂരിയാണെന്ന് അവർ പറഞ്ഞത്. അത് പണ്ടെങ്ങനെയാണ് പെരുമ്പടപ്പ് നമ്പൂരി തമ്പുരാട്ടിയെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചത്. പെരുമ്പടപ്പ് സ്വരൂപം എന്നപോലെ ചാഴൂര് നമ്പൂരി ഈ ഇതിൽ തന്നെ പെട്ട ഒരാളെ ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ തമ്പുരാട്ടിക്ക് ഒരു കണ്ടീഷൻ ആയിരുന്നു പഴയന്നൂരമ്മ ഒപ്പം വേണമെന്ന്. ആ പഴയന്നൂരമ്മയാണ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇത് എക്സാക്റ്റ് ആയിട്ട് കിടത്തി ഏത് കാലത്ത് സംഭവിച്ചു അതാണ് നമുക്കൊരു നല്ല ഒന്നാന്തര ഒരു ചരിത്രം എന്ന് പറയുന്ന ഭാഷയിൽ പറയാൻ പറ്റില്ല. പക്ഷേ സാഹചര്യ തെളിവ് നോക്കുമ്പോൾ വെട്ടത്തുനിന്ന് പെരുമ്പടപ്പയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, തിരൂരിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടാൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ചിന്താവിഷയമാണ്. അപ്പോൾ അത്രയും ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞു. ഈ ഒരു കാര്യം കഴിഞ്ഞു. പിന്നൊന്ന് ഞാൻ കുറച്ച് 2 മാസം മുമ്പ് തിരുവണ്ണാമല രമണ മഹർഷി ആശ്രമത്തിൽ പോയി. അവിടെ ഇങ്ങനെ പലതും നോക്കി കൂട്ടത്തിൽ ഒരു പുസ്തകം ഡേ ബൈ ഡേ വിത്ത് ഭഗവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനിരിക്കാൻ. ഒരു കൊല്ലത്തെ ഡയറിയാണ്. അങ്ങനെ ഓരോ ഡേറ്റ് ഇട്ട് അങ്ങനെ മറിച്ച് വന്നപ്പോൾ 1946 ഫെബ്രുവരി 1 കാലത്താണ്. അപ്പോൾ അതുപോലെ ഭഗവാൻ ഒക്കെ വന്ന് എല്ലാവരും കൂടി. അപ്പോൾ അതിലൊരു ഡിസൈപ്പിൾ പറഞ്ഞു, ഇന്നലെ രാത്രി ന്യൂസ് ഉണ്ടായിരുന്നു, കൊച്ചിയിലെ മഹാരാജാവ് തീപ്പെട്ടു. ഇന്നലെ ഞാനത് വിജയവർമ്മയൊക്കെ പറഞ്ഞു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 31-ാം തീയതി മരിച്ചു എന്നാണ്. വെബ്സൈറ്റിൽ കാണിച്ച് ഫെബ്രുവരി 1-ാം തീയതി മരിച്ചു എന്നാണ്. ഞാനങ്ങനെ ശ്രദ്ധിച്ചു പോയത് അത്രേ ഉള്ളൂ. കുഞ്ഞപ്പം തമ്പുരാൻ വല്യമ്പുരാൻ ഉണ്ടല്ലോ, അന്ന് മരിച്ചു എന്നാണ്. ഉടനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു അല്ലേ? നോക്കൂ, രമണ മഹർഷിയെ പോലെ ഒരാൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം നോക്കും. കുറച്ച് ദിവസമായിട്ട് സുഖക്കേടായിട്ട് കിടക്കുമായിരുന്നല്ലോ, മരിച്ചു ഇല്ലേ? ഇനി വരുന്ന ആളും പ്രായമുള്ള ആളായിരിക്കും, അങ്ങനെയാണ് ഇവിടെ പതിവ് എന്നൊക്കെ എന്നിട്ട് ഉടനെ ഒരു പറഞ്ഞത് എന്തറിയാമോ, നമ്മുടെ അപ്പം തമ്പുരാൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പം തമ്പുരാൻ അത്ര ക്ലോസ് ആയിട്ട് സാഹിത്യ അപ്പം തമ്പുരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അപ്പം തമ്പുരാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മഹാരാജാവാകുമായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഇനി അതൊന്ന് വെരിഫൈ ചെയ്യണം. പക്ഷേ ഭഗവാൻ പറഞ്ഞ ആയതുകൊണ്ട് ശരിയാവാൻ വഴിയുണ്ട്. കാരണം അദ്ദേഹത്തെ അങ്ങനൊരു ഒന്നുമില്ലാണ്ടെന്ന് സംസാരിക്കില്ല. ഇനി ആരെങ്കിലും അത് ചരിത്രം എടുത്ത് നോക്കിയിട്ട് അപ്പം തമ്പുരാൻ്റെ കാലഘട്ടം എപ്പോഴാണ് മരിച്ചത്, ജീവിച്ചിരുന്നിരുന്നെങ്കിൽ പ്രായം ഒക്കെ നോക്കണം. പക്ഷേ രമണ മഹർഷി പറഞ്ഞുകൊണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം തമ്പുരാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഹാരാജാവാകുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കൊച്ചി രാജകുടുംബത്തിന് വളരെ ഗ്ലോറിയസ് ആയിട്ടൊരു ട്രിബ്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സംസ്കാര സമ്പന്നരും ഈശ്വരവിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബത്തിനെ പറ്റി ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിലിട്ടുണ്ട്, അപ്പം തമ്പുരാനെ പറ്റി, മഹർഷിയെ പറ്റി, ഭഗവാനെ പറ്റി അപ്പം തമ്പുരാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈയിടെ ഒരു 5-6 ദിവസം മുമ്പേ അപ്പം തമ്പുരാൻ കുട്ടിക്കൃഷ്ണമേനോൻ്റെ മകള് സുഷമ കേരളവർമ്മ കോളേജിലായിരുന്നു. ഞാൻ അവളോടൊക്കെ ചോദിച്ചു, ഇങ്ങനൊരു പുസ്തകം അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ അച്ഛൻ്റെ ലൈബ്രറിയിൽ? കാരണം അച്ഛൻ മരിച്ചിട്ട് എത്ര തന്നെയായുള്ളൂ. ചിലപ്പോൾ അവൾ പറഞ്ഞു നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രമണാശ്രമത്തിലെ ആർക്കീവ്സിൽ, അത് ഞാൻ ഒരു എഴുതി അയച്ചിട്ടുണ്ട് ആർക്കീവ്സിലേക്ക്, ഇങ്ങനൊരു പുസ്തകം അവിടെ കിട്ടുമെന്ന്. നമ്മൾ ആരും ഇത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ആ രമണ മഹർഷിയെ പോലെയുള്ള ഒരാൾ പോലും ഇത്രയ്ക്ക് പറയണമെങ്കിൽ നിങ്ങളുടെ ആ
പൈതൃകത്തിൻ്റെ വൈശിഷ്ട്യമൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ മറന്നുപോയത്. പക്ഷേ ഇപ്പോൾ ഓർമ്മിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ 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 നല്ലത്. പിന്നെ വേറെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈയിടെ ഒരു കാലത്ത് തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ കോഴിക്കോട്ട് രാമകൃഷ്ണാശ്രമത്തിലാണ്. വളരെ നല്ലൊരു സിദ്ധിനാഥാനന്ദ സ്വാമി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം തമ്പുരാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി ഒരു സ്തോത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാരെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് കിട്ടുമോയെന്ന്. ആശ്രമത്തിൽ ചോദിച്ചപ്പോഴാണ് അവർക്കിപ്പോൾ അതിനൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് കണ്ടത്. എന്നാൽ അപ്പം തമ്പുരാൻ തൃശ്ശൂർ ആശ്രമത്തിന് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലേ? എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈയിടെ ശതാബ്ദിയോ എന്തോരം ആഘോഷിച്ചപ്പോൾ അപ്പം തമ്പുരാനെ സ്മരിച്ചോ എന്നെ സംശയമാണ്. ബാക്കി പലരെ സ്മരിച്ചു. പക്ഷേ അപ്പോൾ അപ്പം തമ്പുരാൻ്റെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭഗവാൻ രാമകൃഷ്ണനെ പറ്റിയുള്ളൊരു സ്തോത്രം എന്നോട് എൻ്റെ ചോദിച്ചു, അത് എങ്ങനെയെങ്കിലും നമുക്കൊന്നൊന്ന്, നമ്മളെന്താ ചെയ്യണ്ടേ, ആരോടാ ചോദിക്കണ്ടേ? അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരിക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് പറയാനുള്ളതിൽ പകുതിയിലധികവും ശ്രീ രവിയച്ചൻ പറഞ്ഞു കഴിഞ്ഞിരിക്കണം. ഞങ്ങൾ രണ്ടുപേരും തൃപ്പൂണിത്തുറക്കാരാണ്. തമ്പുരാക്കന്മാരുമായിട്ട് രാജകുടുംബവുമായിട്ട് വളരെ കാലത്ത് ബന്ധമുണ്ട്. അത് കാരണം കോമണായിട്ട് പലതും ഉള്ളതുകൊണ്ട് അദ്ദേഹം പകുതിയിലധികം പറഞ്ഞു കഴിഞ്ഞിരിക്കണം. എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയണതാണ്. ഈ കൊച്ചി രാജകുടുംബത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു 80 കൊല്ലം മുമ്പിലുള്ള, എനിക്കിപ്പോൾ 80 വയസ്സായി, 19 കൊല്ലം മുമ്പിലുള്ള തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാണ്ട് നിവൃത്തിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു കാര്യങ്ങളെയും സംഭവങ്ങളെയും നമ്മൾ വിലയിരുത്താൻ പാടില്ല. അന്ന് ഞാൻ കുട്ടിക്കാലത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ തൊഴാൻ വരും. ദിവസവും അമ്മൂമ്മയുടെ കയ്യമ്മ പിടിച്ച് തൊഴാൻ വരും. അപ്പോൾ തമ്പുരാട്ടിമാരും ചെറിയ തമ്പുരാക്കന്മാരും അണുവി തമ്പുരാക്കന്മാരും ഈ അമ്പലത്തിലാണ്. അവർ കാലത്ത് ഒരു 5:30 മണി 6 മണിക്ക് വന്നാൽ പിന്നെ ഉച്ചപൂജ കഴിയുന്നു വരെ എന്ന് പറഞ്ഞ പോലെ കാലത്ത് ശിവലി കഴിഞ്ഞാൽ പോയിട്ട് വല്ലതും കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഉച്ചശിവലി കഴിയുന്നു വരെ എന്ന് പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറ അമ്പലത്തിലാണ്. ആ രാജകുടുംബാംഗങ്ങളുടെ ജീവിതം നല്ലൊരു ഭാഗം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. അന്ന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രപ്രവേശനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തമ്പുരാക്കന്മാരുടെ ക്ഷേത്രമാണ്. തമ്പുരാക്കന്മാരെ തൊഴാനായിട്ട് അവർ മുമ്പിൽ നിൽക്കും. അവരുടെ തൊഴിൽ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് തൊഴാനായിട്ട്. എന്നാൽ മഹാരാജാവിൻ്റെ ഭാര്യ ആയാലും ധർമ്മപത്നിതാരങ്ങളായാലും ശരി, അവർക്ക് അതിലൊരു മുറുമുറുപ്പില്ല. തമ്പുരാക്കന്മാരുടെ തൊഴിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊഴേണ്ടത് എന്നുള്ളൊരു ഭാവമാണ്. അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. തമ്പുരാക്കന്മാരുടെ തൊഴിൽ കഴിഞ്ഞാൽ കയറി തൊഴും. അത് കുഞ്ഞു നെയ്ത്തിയാരമ്മയുണ്ട്, വേറെ നെയ്ത്തിയാരമ്മമാരുണ്ട്. അവർക്കാർക്കും ഒരു മുറുമുറുപ്പുമില്ല. ഈ ക്ഷേത്രത്തിനെ ചുറ്റിയായിരുന്നു അന്ന് തൃപ്പൂണിത്തുറയിലുള്ള പൗരജീവിതം മുഴുവൻ തന്നെ. കാരണം അന്ന് വേറെ വിനോദങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്സ് യാതൊന്നുമില്ല. ഈ തൃപ്പൂണിത്തുറമ്പത്തെ ഉത്സവം, അത്തച്ചമയം, ഇങ്ങനെയുള്ള ചില വിശേഷങ്ങളല്ലാതെ തൃപ്പൂണിത്തുറക്കാർക്ക് ആഘോഷിക്കാനായിട്ടോ വിനോദത്തിനായിട്ടോ യാതൊന്നുമില്ല. ഇന്നുള്ള ജനസംഖ്യ അന്ന് ഇതിൻ്റെ ഒരു 10% ഉണ്ടോ എന്ന് സംശയമാണ്. അന്ന് കിഴക്കേ കൊട്ടാരക്കൽ പോയി കഴിഞ്ഞാൽ അറിയാത്ത ഒരാളില്ല. ഇന്ന് കിഴക്കേ കൊട്ടാരക്കൽ ചെല്ലുമ്പോൾ അറിയുന്ന ഒരാളില്ല. അതാണ് വ്യത്യാസം. ജനസംഖ്യാ പെരുപ്പം, കാലത്തിൻ്റെ പുരോഗതിയോ അധോഗതിയോ എന്ത് പറയാൻ പറ്റില്ല. ഏതായാലും കുറേ കാലം മുന്നോട്ട് പോയല്ലോ. അപ്പോൾ പുരോഗതി തന്നെ വേണം പറയാനായിട്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടിലായി തീർന്നിട്ടുണ്ട്. അന്ന് തമ്പുരാക്കന്മാർക്ക് ഈ ജന്മിത്വത്തിൻ്റെ കാലമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ മുതലാളിത്തത്തിൻ്റെ കാലമായി. ഞാൻ ഭാഷ ഉപയോഗിക്കണതിൽ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ജന്മിത്വത്തിന് ഒരു ഹൃദയമുണ്ട്, മുതലാളിത്തത്തിന് ഇല്ലാത്ത ഒരു ഹൃദയം. മുതലാളിത്തത്തിന് ബ്രെയിനും ഹാൻഡ്സും മാത്രമേ ഉള്ളൂ. ജന്മിത്വത്തിന് അതല്ല, ഒരു ഹാർട്ടുണ്ട്. ആ ഹൃദയം ഇന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിരാജ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ട് പെരുമാറുമ്പോൾ മനസ്സിലാവുക. ഒരു തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം, മാറിപ്പറയില്ല. ഇന്നും 95% അങ്ങനെയാണ്. ഇനി വല്ലതും 4-5% അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 99% തമ്പുരാക്കന്മാരും ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് അവർ പാലിക്കും. അവർ ശുദ്ധഗതിക്കാരാണ്. ഇങ്ങോട്ട് സ്നേഹമുണ്ട്.
അവർക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം പോലെ അവർ അങ്ങോട്ടും ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു വലിയ ഗുണം തന്നെയാണ്, അവർക്കുള്ള സത്വഗുണം അതാണ്. പിന്നെ ഞാനിവിടെ കയറിയപ്പോൾ പറഞ്ഞു, ഹരിയുടെ ഹിൽ പാലസിലുള്ള ജീവിതത്തിനെ പറ്റിയിട്ടൊന്ന് സ്പർശിക്കണം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ചുവരത്തിൽപ്പെട്ട തമ്പുരാൻ്റെ കാലത്ത് ഹിൽ പാലസിൽ പോയിട്ടുള്ള പരിചയമാണുള്ളതെന്ന്. തമ്പുരാൻ മഹാശുദ്ധഗതിക്കാരനായിരുന്നു. ഞാൻ ഇവിടെ അത് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് പറയുന്നതിന് റിഡൻഡൻസി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എല്ലാവരും സുഖമായിട്ട് വേണമെന്നുള്ള മട്ടാണ്. തന്നെ പോലെ തന്നെ എല്ലാവരും സുഖമായിട്ടാണ് ജീവിക്കണമെന്നുള്ള മട്ടാണ്. തനിക്കൊന്നും അറിയില്ല, എല്ലാവർക്കും സുഖമായിട്ട് വേണം. ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ ഇത്രയധികം പുരോഗതി കൈവന്നിട്ടുള്ളത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഈശ്വരവാര്യരുടെ ഒരു പടം വച്ചിട്ടുണ്ട്. വളരെ വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞാനപ്പോൾ പറഞ്ഞു, അന്ന് അച്ഛൻ മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു, ഒരു അച്ഛനുണ്ടായിരുന്നു, ശ്രീജയച്ചനല്ല, രാമകുട്ടി അച്ഛൻ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഈശ്വരവാര്യരെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട സകല സഹായ ഒത്താശകളും ചെയ്തിട്ടുള്ളത് ചുവരത്തിൽപ്പെടാൻ. ദിവസവും ഒന്നിക്കൊന്നരടന്ന് പറഞ്ഞ പോലെ തമ്പുരാനെ കണ്ടിട്ട് പ്രോഗ്രസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. എന്നോട് ഈശ്വരവാര്യർ പറഞ്ഞേക്കുന്നതാണ്, തമ്പുരാൻ ഇത്രയധികം നിഷ്കർഷിച്ചിട്ട് വേറൊരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പുരോഗതി മുഴുവൻ കൈവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടം കൂടി, പരമശുദ്ധനായിട്ടുള്ള ഒരാൾ, കലകൾക്കും ക്ഷേത്രത്തിനും ഒക്കെ തന്നെ വേണ്ടിയിട്ട് വളരെ പണിയെടുത്തേക്കണ ഒരാൾ, അദ്ദേഹത്തിനൊരു ഫോട്ടോ അവിടെ വയ്ക്കണം. ഈ ഗൗണമൊന്നും ഇല്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഈ ഈശ്വരവാര്യരുടെ പോലെ തന്നെ ഗൗണമൊന്നും ഇല്ലാതെ കണ്ടൊരു ഫോട്ടോ ഉണ്ട്, അത് വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞെന്താ അറിയോ, അത് ഞാൻ ഇളമന വീട്ടിലായതുകൊണ്ടാണ് പറഞ്ഞതെന്നാണ്. ഇളവനത്തിലായിരുന്നല്ലോ അദ്ദേഹം, ഇളവനെന്നായിരുന്നല്ലോ അദ്ദേഹം കഴിച്ചത്. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല. അത്ര ശുദ്ധനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഇന്ന് കാണുന്ന പോലെയൊന്നുമല്ല. എല്ലാവിധ കലകളും അവിടെ ചാർത്തിയിരുന്നു. ചെപ്പിടി വിദ്യ, ഉത്സവക്കാലത്ത് ചെപ്പിടി വിദ്യ, ഞാണം മക്കളി, കമ്പക്കൂത്താട്ടം, പൊക്കാലികളി, ഇതൊക്കെ ക്ഷേത്രവുമായിട്ട് എന്താ ബന്ധമുള്ളത്? ആധ്യാത്മികമായിട്ട് എന്താ ബന്ധമുള്ളത്? ഒന്നുമില്ല. ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ഉത്സവമാണ്. കണ്ണിനുത്സവം, കാതിനുത്സവം, നാക്കിനുത്സവം, ത്വക്കിനുത്സവം, മൂക്കിനുത്സവം എന്ന് പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു തർപ്പണമായിട്ടുള്ളൊരു ഹർഷം ഉള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള എല്ലാ പരിപാടികളും ആ ക്ഷേത്രത്തിലൊന്നും ഉണ്ടായിരുന്നു. ഇന്നുള്ള പോലെ ബാലയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നു, നാടകവും ബാലയും ഒന്നും ഉണ്ടായിരുന്നില്ല. കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഇതാണ്. തമ്പുരാൻ അമ്പലത്തിൽ താമസം 8 ദിവസം തട്ടുമലയുടെ മുകളിലാണ് കിടപ്പ്. ഓട്ടം തുള്ളൽ, കുറത്തിയാട്ടം, ഇതിലൊക്കെ തന്നെ തമ്പുരാൻ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ക്ഷേത്രകലകൾക്ക് ഇത്രയധികം പ്രോത്സാഹനം കൊടുത്തിട്ടുള്ള ഒരു തമ്പുരാൻ വേറെ ഇല്ല. രാജകുടുംബം ടി മാധവമേൻ, നമ്മുടെ തൃപ്പൂണിത്തുറ മാധവമേൻ്റെ, അദ്ദേഹം സ്വപ്രയത്നം കൊണ്ട് ഡാൻസറായി വന്ന ആളാണ്. ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിനില്ല, കണ്ണാട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്ത് പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രോത്സാഹനം കൊടുത്ത ആളാണ് ചുവരത്തിൽപ്പെട്ട തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ ഡാൻസ് വേണമെന്നും പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പടിഞ്ഞാപ്പുറ ഒരു തട്ട് കെട്ടിയിട്ട് പ്രത്യേക തമ്പുരാനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സമ്മാനമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കലകൾക്കുള്ള പ്രോത്സാഹനം, അന്നത്തെ കലകളെന്ന് പറഞ്ഞാൽ സിനിമയൊന്നുമില്ല. അന്നത്തെ കാലത്ത് സിനിമയൊക്കെ വന്നത് വളരെ റീസെൻ്റായിട്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, സിനിമയില്ല, ആകെ മലയാള നാടകങ്ങളില്ല. ഇവിടെ ആകെ നാടകമായിട്ട് വന്നിരുന്നത് 4 നാടകങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരും. നല്ലതങ്കാൾ, കോവിലഞ്ചരിത്രം, ഹരിശ്ചന്ദ്രചരിതം, വേറെ ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ 4 നാടകങ്ങൾ വരും. അവർ ആ നാടകം ട്രൂപ്പ് കുറേ ദിവസം കളിച്ചാൽ ഞാൻ അതുകൊണ്ടങ്ങോട്ട് പോകും. അന്നത്തെ കാലം അങ്ങനെയാണ്. മൂവി വന്നത് തന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വേണ്ട സകലവിധ വിനോദങ്ങളും ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ തന്നെ തമ്പുരാൻ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു, ചുവരത്തിൽപ്പെട്ട തമ്പുരാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ ഹിൽ പാലസിൽ ഞാൻ ചെന്ന് പിന്നീട് ഞാൻ 49-ലാണ് ഹിൽ പാലസിൽ ചെന്ന് പെടുന്നത്. അന്ന് പരീക്ഷ തമ്പുരാൻ തിരുമനസിൽ നിന്നാണ്. അന്ന് ആ ഇൻ്റഗ്രേഷൻ ടൈമിലാണ് ഞാൻ അവിടെ ചെല്ലണത്. 49 ഫെബ്രുവരിയിലോട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ VP മേനോൻ, പട്ടേൽ, രാജേന്ദ്ര പ്രസാദ് ഇവരൊക്കെ ഹിൽ പാലസിൽ വന്നിട്ടുണ്ട്. തമ്പുരാൻ ഇവരെയൊക്കെ തന്നെ, പരീക്ഷ തമ്പുരാൻ ഇവരെയൊക്കെ തന്നെ ആ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് വേണ്ട പോലെ സംസാരിച്ച് എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുവന്നിരുന്നു. ഈ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ തലേ ദിവസവും ഇൻ്റഗ്രേഷൻ കഴിഞ്ഞുള്ള ദിവസവും തമ്പുരാൻ്റെ പരിപാടിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എനിക്കതാണ്
എന്തെങ്കിലും മനസ്സിനൊരു ഒരു ഒരു കിടുകിടുപ്പോ എന്തെങ്കിലും തൻ്റെ അധികാരം പോയില്ലോ എന്നുള്ള വിചാരമോ യാതൊന്നും തമ്പുരാനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയാണ്ട് നിർത്തിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ തന്നെ സംസ്കൃതത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. സംസ്കൃതം ഭാരതത്തിൻ്റെ ഭാഷയാണ്. ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ആധികാരികമായിട്ടുള്ളൊരു വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിൽ കൂടി മാത്രമേ സാധിക്കുള്ളൂ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതായിട്ടുള്ള ആ കാര്യങ്ങളിലൊന്നും നമുക്ക് അതിൻ്റെ ശരിയായിട്ട് അടിസ്ഥാനത്തൊന്നും നമുക്ക് കിട്ടില്ല. സംസ്കൃതത്തിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. അതിനെപ്പറ്റി പറയാനൊന്നും സമയമില്ല. ആ സംസ്കൃതത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ട് പരീക്ഷ തമ്പുരാൻ ചെയ്തിട്ടുള്ള സേവനം നിസ്തുലമാണ്. തമ്പുരാന് 11 മണിക്ക് കാലത്ത് കുളിയും കഴിഞ്ഞങ്ങോട്ട് തേവാരവും കഴിഞ്ഞ് അമൃതത്വം കഴിഞ്ഞിട്ടാണ് വരിക. കാലത്ത് ചായ കാപ്പി യാതൊന്നുമില്ല. ചായയും കാപ്പി അദ്ദേഹം ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്ന് പറയുന്ന കുറിച്ചില്ല. മദ്രാസിൽ പോയിരുന്ന കാലത്ത് BA പഠിക്കുന്ന കാലത്ത് കാപ്പി കുടിച്ചിരുന്നു എന്നാണ് പറയണത്. അത് പിന്നെ കാപ്പിയും ഒന്നും കഴിച്ചിട്ടില്ല. ആ ചെറിയൊരു നാപ്പുണ്ട്. അത് കഴിഞ്ഞ് പേപ്പറും വായിച്ച് ഒരു 2 മണിയായി തുടങ്ങി 5-5:30 മണി വരെ ഈ സംസ്കൃത പണ്ഡിതന്മാരെയൊക്കെ തന്നെ കാറയച്ച് വിളിച്ച് ഹിൽപാലസ് കൊണ്ടുവന്ന് അവരായിട്ട് ഈ ഡിസ്കഷനാണ്. അതിനായിരുന്നു അദ്ദേഹം സുഖം കണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ അഭിമാനിക്കാവുന്ന സംസ്കാരത്തിൻ്റെ ഭാഷയായിട്ടുള്ള ആ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം ഒന്ന് മതി അദ്ദേഹത്തിനെ ഭഗവാനാക്കാനായിട്ട്. അവരോടൊക്കെയുള്ള ഒരു മമത, അവരോടുള്ള സ്നേഹം, എല്ലാവരെയും കാറിൽ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ കൊണ്ടുപോയി വിടും. കാറിൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നത്. പിന്നീട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു തമ്പുരാനുമായിട്ട് 15 കൊല്ലം ഒരു മുറിയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. എൻ്റെ തന്നെ ക്ലാസ്മേറ്റായിട്ടുള്ള ഒരു തമ്പുരാനാണ്. അദ്ദേഹം എൻ്റെ ഒരു ഗുണകാംക്ഷയും കൂടിയായിരുന്നു. സ്വഭാവ ഗുണം എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഉള്ള കാര്യം തുറന്ന് പറയുകയാണ്. ഞാൻ അവിടെ പാലസിൽ ചെല്ലുന്ന അവസരത്തിൽ എൻ്റെ കാഴ്ചപ്പാട് മുഴുവനും സർക്കാരിൻ്റെ മുതൽ നശിപ്പിക്കണം, സർക്കാരിൻ്റെ മുതൽ അപഹരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ ഹിൽ പാലസിൽ ചെന്ന് ചേർന്നത്. എൻ്റെ കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ മുതലായാലും അപഹരണം തന്നെയാണ്. ഒരു മുട്ടുജോലി പോലും അപഹരിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ആ തമ്പുരാൻ്റെ അടുത്ത് പഠിച്ചു. ആ തമ്പുരാനാണ് പഴയ പോലെ ഖദറിടാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചത്. താൻ പള്ളക്കാലത്ത് ഖദറിട്ടിരുന്നതല്ലേ, ഇനി എനിക്ക് ഖദറിട്ടാലെന്താ എന്ന് വെച്ചിട്ട് ഒരു ഖദർ ഷർട്ടിനുള്ള തുണി എനിക്ക് ഒരു ദിവസം കാലത്ത് വേണ്ടി തരാണ്. അന്ന് തൊട്ട് ഞാൻ ഖദറിടാൻ തുടങ്ങി. ഖദർ ഷർട്ടിട്ടു, ഖദറുമുണ്ടായി. പിന്നെതാ ഇന്ന് വരെ ഖദർ ഷർട്ടാണ്. ഈ തമ്പുരാൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയ ഈ ഒരു അനുഭവം, കക്കണത് ആരുടെ മുതലായാലും താൻ കക്കുന്നതുകൊണ്ട് താൻ അധപ്പതിക്കുകയാണെന്നുള്ള ആ തത്വമുണ്ടല്ലോ, അതിനദ്ദേഹം. അതുകൊണ്ട് ഞാൻ 14 കൊല്ലം സർക്കാർ ഓഫീസിൽ തഹസിൽദാരായിട്ടും കളക്ടർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഒരു മൊട്ടുസൂചി, ഞാൻ സത്യമായിട്ട് പറയാണ്, ഒരു മൊട്ടുസൂചി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതിനൊക്കെ തന്നെ അപ്പോഴൊക്കെ ഞാൻ ഈ തമ്പുരാനെ മുമ്പിൽ കാണാം. സത്യസന്ധമായിട്ട് വേണം ജീവിക്കാനായിട്ട്. അത് ഈ രാജകുടുംബത്തിൻ്റെ, ആ തമ്പുരാനെ മാത്രമല്ല, ഈ രാജകുടുംബത്തിൻ്റെ തന്നെ ഒരു സ്വഭാവവിശേഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എളിയ ജീവിതം. പരീക്ഷ തമ്പുരാനാണ് നോർത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരെയും സൗത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരെയും നമുക്കൊരു വിധത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കോൺട്രാസ്റ്റേ ഉള്ളൂ, കമ്പാരിസൺ ഇല്ല. വളരെ സിമ്പിൾ ലൈഫ്. മാമണി തമ്പുരാൻ ഒരു കയറ്റുകളിലുണ്ട്. കയറ്റുകളിൽ നമ്മളൊരു പുല്ലുവായും വിരിച്ചിട്ടാണ് കിടക്കണത്. ഒരു വിശറയുണ്ട് വീശം, ഫാനൊന്നും വേണ്ട. എന്നാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും അനുഭവത്തിൽ തന്നെയാണ്. വളരെ സിമ്പിൾ ലൈഫാണ്. ലൈഫിൻ്റെ കാര്യത്തിൽ വളരെ സിമ്പിളാണ്. അങ്ങനെ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, അങ്ങനെ സത്യസന്ധമായിട്ട് രാജ്യം ഭരിച്ച് രാജ്യഭരണം നഷ്ടപ്പെട്ടു പോയിട്ട് യാതൊന്നും നഷ്ടപ്പെടാത്ത പോലെ ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണെന്നറിഞ്ഞ് സമാജത്തോടു കൂടിയിട്ട് ആ തൻ്റെ തത്വങ്ങളൊന്നും വിടാതെ കണ്ട് സത്യസന്ധമായിട്ട് ജീവിച്ചു പോരുന്നവരാണ് ഈ രാജകുടുംബാംഗങ്ങൾ. അവരോട് എനിക്ക് വാസമയൊരു ഭൃത്യൻ്റെ ഒരു ഭാവം കൂടിയുണ്ട് എനിക്ക്. അതായത് പരീക്ഷ തമ്പുരാൻ്റെ ശിഷ്യൻ എന്നാണ് വെച്ചിട്ടുള്ളത്. പലരും പറയാറുണ്ട് പരീക്ഷ തമ്പുരാൻ്റെ ശിഷ്യനാണെന്ന്. ഞാൻ പറയും, പരീക്ഷ തമ്പുരാൻ്റെ ശിഷ്യൻ ചെറുപ്പത്തിലുള്ള ശിഷ്യത്വം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ കണ്ട് സംസ്കൃതത്തിലുള്ള ശിഷ്യത്വം ഇല്ല. അന്നക്കാലത്ത് എനിക്ക് സംസ്കൃതത്തിനോട് കുറച്ചൊരു വിരോധം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടുണ്ടെങ്കിലും
അന്ന് ഹിൽ പാലസിലുള്ള അവസരത്തിൽ ഈ സംസ്കൃതത്തിനോട് വലിയ ആഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുച്ഛമൊക്കെയായിരുന്നു. അത് കാരണം അന്ന് ആ 15 കൊല്ലം ഹിൽ പാലസിൽ കിടന്നുറങ്ങിയ കാലത്ത് ഞാൻ എന്തെങ്കിലും സംസ്കൃതം പഠിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളാവാമായിരുന്നു. അന്ന് അതിനോടൊരു വിരോധമാണ് തോന്നിയത്. എന്താ ചെയ്യാൻ, കഷ്ടകാലം അങ്ങനെ ആയിപ്പോയി. ഏതായാലും ഈ രാജകുടുംബത്തിനോടുള്ള എൻ്റെ ബഹുമാനവും എൻ്റെ ആദരവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഈ രാജകുടുംബത്തിന് എല്ലാവിധ ശ്രേയസ്സുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ളവർക്ക് വിനീത നമസ്കാരം. 1815 3 പുരുഷപ്രജകളും ഒരു സ്ത്രീപ്രജയും ഉണ്ടായിരുന്ന കൊച്ചി രാജകുടുംബത്തിൻ്റെ ചരിത്രം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടായി. ആ സ്ത്രീപ്രജയുടെ ഭർത്താവ് എൻ്റെ ഒരു കാരണവരായിരുന്നു. കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് ഇട്ടിവാസു ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് 4 പെൺവഴി തമ്പുരാക്കന്മാരും 3 ആൺവഴി തമ്പുരാക്കന്മാരും ഉണ്ടായി. ആ 4 പെൺവഴി തമ്പുരാക്കന്മാരുടെ സന്തതി പരമ്പരകളാണ് ഇന്നുള്ള കൊച്ചി രാജകുടുംബം മുഴുവൻ. ഈ പട്ടേരി സന്തതികളുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല കൊച്ചി രാജകുടുംബത്തിൻ്റെ ചരിത്രത്തിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രരേഖ എൻ്റെ കയ്യിലില്ല. കഥയിൽ പഴയ തമ്പുരാക്കന്മാരെല്ലാവരും പറയും തമ്പുരാക്കന്മാർക്ക് പട്ടേരി തന്നതേ ഉള്ളൂ എന്ന്. ഇല്ലത്തുള്ളവർ പറയും നമുക്ക് എന്ത് തന്നിട്ടുള്ളതും തമ്പുരാക്കന്മാരാണെന്ന്. അങ്ങനെ ഒരു അത്ഭുതകരമായ പരസ്പരത്വം കൊച്ചി രാജകുടുംബവും ഞങ്ങളുടെ തറവാടുമായിട്ടുണ്ടായിരുന്നു. ഒരു തമ്പുരാൻ, ഈ കാലത്തെ അന്നത്തെ തമ്പുരാൻ ഇംഗ്ലീഷ് അറിയാമായിരുന്നില്ല. അന്നത്തെ റെസിഡൻസ് സാഹിബ് മാലിഖാൻ വാങ്ങിച്ച് ഭരണാധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുന്ന കരാറിൽ ഒപ്പിട്ട് കൊടുത്തു. ആ കരാറ് കിട്ടിയാൽ തനിക്ക് പ്രമോഷൻ ഉറപ്പാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഈ റെസിഡൻസ് സാഹിബ് മദിരാശിക്ക് പുറപ്പെടുന്നു. പാലക്കാട്ട് വരെ എത്തി താമസിക്കുന്നു. അന്ന് രാത്രി പട്ടേരി ഇംഗ്ലീഷ് അറിയാമായിരുന്ന ആളായിരുന്നു. എൻ്റെ 7 തലമുറ മുമ്പുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് സുഖമായിട്ട് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളായിരുന്നു. ദ്വിവേദിയുമായിരുന്നു. യജുർവേദവും ഋഗ്വേദവും പഠിച്ച പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത രേഖ കണ്ടപ്പോൾ മനസ്സിലാക്കി അബദ്ധായി. വിവരം വലിയമ്പുരാനെ അറിയിച്ചു. അയ്യോ പട്ടേരി എന്താ വേണ്ട, പട്ടേരി തന്നെ വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. പട്ടേരിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും മഹാരാജാവ് കൊടുത്ത 100 സ്വർണ്ണ നാണയങ്ങളും കൊണ്ട് രാജാവിൻ്റെ തന്നെ കുതിരവണ്ടിയിൽ അദ്ദേഹം പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈശ്വരാധീനം അനുഗ്രഹം കൊണ്ടല്ലാണ്ട് ഇത്രയും കഠിനമായിട്ടൊരു കാര്യം നടക്കില്ല. എന്താ വേണ്ട? തന്നെ ഓത്ത് തെളിച്ച പുതുക്കുടി ഒഴിക്കാൻ ക്രാകാട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാത്ത് ക്രാങ്ങാട്ടാണ്. പട്ടേരി നേരെ വണ്ടി വിട്ടത് പാലക്കാട്ടേക്ക് പോണ വഴിക്ക് ക്രാങ്ങാട്ടേക്ക് തിരിച്ചു. അവിടെ ചെന്ന് പുതുക്കുടി ഒഴിക്കാൻ അവിടെ ഉണ്ട്. മേലുകീഴൊന്നും ആലോചിച്ചില്ല. 500 സ്വർണ്ണ നാണയം എടുത്ത് കുളിച്ച് ഒരു വസ്ത്രവും ഈ 500 സ്വർണ്ണ നാണയവും കൂടി തന്നെ ഓത്ത് തെളിച്ച ആളെ നമസ്കരിച്ചു. അദ്ദേഹം 2 കൈയും തലയിൽ വെച്ചിട്ട് ഇട്ടിയാസു എന്ത് ചിരിച്ചാലും നടക്കും എന്നനുഗ്രഹിച്ചു അത്രേ. അങ്ങനെ അദ്ദേഹം പാലക്കാട്ട് പോയി. ക്ഷമിക്കണം, സായിപ്പ് പുറത്തേക്ക് നടക്കാൻ പോയിക്കായിരുന്നു. മദാമ മാളികയിൽ വളരെ ലാളിച്ചുണ്ടായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടിക്ക് പട്ടേരി വലിയ ഇഷ്ടമാണ്. അവരുടെ കുടുംബ സുഹൃത്താണ് പട്ടേരി. പട്ടേരിയെ താഴത്ത് കണ്ടപ്പോൾ കുട്ടി ഒരു കുനി കുനിച്ചു മുകളിന്ന് നേരെ താഴത്തേക്ക്. ഇപ്പം പിടിവിട്ട്
കാശ്മീർ സാലുവ പതച്ചിട്ടുണ്ട് പട്ടേരി. അതിങ്ങനെ നീട്ടിക്കാണിച്ചു. കുട്ടി ശരിക്കും അതിൽ ബദാമ നിലവിളിച്ചും കൊണ്ട് ഓടി വന്നു. ആ സമയത്തേക്ക് സായു ഈവനിങ് വാക്ക് കഴിഞ്ഞ് മടങ്ങി വന്നു. കഥയാണ് ഞാൻ പറയണത്, ചരിത്രം അല്ല. മദാമ പട്ടേരിയുടെ കയ്യിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന കുട്ടിയെ വാരിയെടുത്ത് പുണർന്ന് സായുവിനോട് പറഞ്ഞു, ഇദ്ദേഹം വന്നിട്ടുള്ളത് എന്താണെങ്കിലും അതിപ്പോൾ സാധിപ്പിച്ചു കൊടുക്കണം. സായുവിന് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കരാർ തിരിച്ചു മേടിക്കാനാണെന്ന്. പക്ഷേ എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ കരാർ തിരിച്ച് കൊടുത്തു സായുവ്. പട്ടേരി അതും കൊണ്ടുപോന്നു. ഇങ്ങനെയാണ് കൊച്ചി രാജാവിൻ്റെ അധികാരം നശിക്കാതെ നിന്നത് എന്നൊരു കഥയുണ്ട്. ഞങ്ങളുടെ തറവാട്ടിലേക്കുള്ള സ്വത്ത് 3 ദേശവഴി കൊച്ചി രാജകുടുംബം കരമൊഴിവായിട്ട് ദാനം ചെയ്ത സ്വത്തുക്കളായിരുന്നു. അങ്ങനെ അത്രയേറെ പരസ്പരത്വമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കുള്ള ഗമത്തം. പക്ഷേ ഞാൻ ഒരു സങ്കടം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കുടുംബ ചരിത്രത്തിൽ പട്ടേരിയുടെ പേരിനൊരു സ്ഥാനം കാണാത്തതിൽ എനിക്ക് വേദനയുണ്ട്. നിങ്ങൾ പൈതൃകം മറക്കരുത്, മാതൃകം മാത്രം വിചാരിച്ചാൽ പോരാ. അതിലെനിക്ക് വേദനയുണ്ട്. അതവിടെ നിൽക്കട്ടെ. 53 കൊല്ലം മുൻപ്, 63 കൊല്ലം മുമ്പ്, കൊല്ലവർഷം 1115 വൃശ്ചിക മാസത്തിൽ ഉത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് തൃപ്പൂണിത്തുറ വരണത്. എൻ്റെ വലിയ മുത്തപ്പൻ അനിയപ്പനാണ് എന്നെ കൈ പിടിച്ച് ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശിവയിലേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് തട്ടുമാലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് വയസ്സായിട്ട് ഒരാളെ തലയൊക്കെ കണ്ടേയിരിക്കണു. 2 രോമം കണ്ടുണ്ടോയെന്ന് വെച്ചില്ല. ഒരു വെളുത്ത മുണ്ട് ചുറ്റിയിട്ടുണ്ട്, ഒരു തോർത്തുമുണ്ട് ചുമലിലുമുണ്ട്. ക്രാസീമ ഒരു ചുവന്ന ആണ് ചകലാസ് കിട്ടുന്നുണ്ട്. നല്ല ഓർമ്മയുണ്ട് എനിക്ക് 6 വയസ്സ് പ്രായം. അനിയപ്പൻ അടക്കിയ സ്വരത്തിൽ ഇതാണ് വല്യമ്പ്രാൻ എന്ന് പറഞ്ഞു എന്നോട്. ആ പ്രായത്തിൽ എൻ്റെ വകതിരിവ് ഇപ്പോഴും ഇല്ലാതെ നിൽക്കുക. അന്നത്തെ വകതിരിവ് കേട്ടില്ല. അയ്യാ തൊപ്പിയും കുപ്പായം ഇല്ലാണ്ടാണോ വല്യമ്പ്രാൻ എന്ന് ഞാൻ ഉറക്കെ ഇങ്ങോട്ട് ചോദിച്ചു. ചോരത്തിൽപ്പെട്ടവരാനാണ്. ഹോ 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 അദ്ദേഹം കൈ കൊട്ടിയായിട്ട് ചിരിച്ചു. ഹരിക്കാരനെ വിളിച്ച് ഒരു മുണ്ട് കൊണ്ടുവരാ ഈ ഉണ്ണിക്ക് കൊടുക്കാൻ. എനിക്കൊരു കസുമുണ്ടും കിട്ടി. ഇത് എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഈ ലാളിത്യമാണ്. ഏനകേന ചിദാച്ഛന്ന ഏനകേന ചിദാശ്രിത യത്ര ക്വചനശായി സ്യാൽ തം ദേവാ ബ്രാഹ്മണം വിദു എന്ന് ബ്രാഹ്മണ ലക്ഷണം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഏനകേന ചിദാച്ഛന്ന, എന്തുകൊണ്ടെങ്കിലും ഒന്ന് നാണം മറക്കുക. ഏനകേന ചിദാശ്രിത, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുക. എത്ര ക്വചനശായി സ്യാൽ, എവിടെങ്കിലും കിടന്നുറങ്ങുക. തം ദേവാ ബ്രാഹ്മണം വിദു, ആ ആളെയാണ് ദേവന്മാരെ യഥാർത്ഥ ബ്രാഹ്മണനായിട്ട് കണക്കാക്കുന്നത്. ആ ബ്രാഹ്മണ പൈതൃകത്തിൻ്റെ നല്ല അംശങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ഒരു കുടുംബം കേരളത്തിലുണ്ടെങ്കിൽ അത് കൊച്ചി രാജകുടുംബം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ കോട്ടയ്ക്കകത്തുള്ളതുപോലെ ഇത്ര സാത്വിക ജനങ്ങൾ അധികമുള്ള ഒരു ഭൂപ്രദേശം കേരളത്തിലല്ല, ഈ ഭാരതവർഷത്തിലല്ല, ലോകത്തിലെവിടെ ഉണ്ടാവില്ല. അത്ര മഹത്തായ ഒരു സാംസ്കാരിക പൈതൃകം കൊച്ചി രാജകുടുംബത്തിനുണ്ട്. അത് ഇപ്പോഴത്തെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ദുഃഖകരമായ തെളിവാണ് ഇന്നത്തെ ഈ സദസ്സ്. തല നിറച്ചവരും കഷണ്ടിക്കാരും അല്ലാണ്ട് 2-1 ആളുണ്ട്. അവർക്കറിയില്ല അവരുടെ മഹത്വം, അവരുടെ പാരമ്പര്യത്തിൻ്റെ മഹിമാവ് അവർക്കറിയില്ല. അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം വരുമായിരുന്നില്ല.
മുതലാളിത്ത മൂരാച്ചിത്ത ദുഷ്പ്രഭുത്വ കോമരങ്ങൾ എന്ന് മുൻ ഭരണാധികാരികളെ പുച്ഛിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ കേട്ടിട്ടാണ് പുതിയ തലമുറകൾ വളർന്നിട്ടുള്ളത്. അവരുടെ യഥാർത്ഥ മഹത്വം അവർക്കറിയുമില്ല. ഇന്ന് ഇവിടെ വന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യമുണ്ട്. ഈ സദസ്സിലിരിക്കാൻ കഴിഞ്ഞതല്ല, രാമകുമാരൻ്റെ ഫോട്ടോകളുടെ എക്സിബിഷൻ അത് കാണാൻ സാധിച്ചത്. എന്തൊരു വലിയ പരിശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത കൃതാർത്ഥത തോന്നുന്നുണ്ട്, കൃതജ്ഞതയും തോന്നുന്നുണ്ട് അതിനോട്. ഇത് ജനങ്ങളുടെ മുമ്പിൽ വരണം. കോലോത്ത് തന്നെ എത്ര ആളുകൾ ഇത് കാണുന്നുണ്ട്? കൊച്ചി രാജകുടുംബത്തിൽ എത്ര പേര് ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്? ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ പോയാൽ അവിടെയുള്ള പഴയ കോട്ടകളിലൊക്കെ പഴയ ജീവിതം ചിത്രീകരിക്കുന്ന എക്സിബിഷൻ എന്നല്ല ഇതിന് പറയേണ്ടത്, സജീവ പ്രദർശനമാണ്. വേഷം കെട്ടി അന്നത്തെ പാത്രങ്ങൾ, അന്നത്തെ കിടക്കകൾ, എല്ലാം അന്നത്തെ, വർത്തമാനം അന്നത്തെ, ഭാഷ, വേഷഭൂഷാദികൾ മുഴുവൻ അങ്ങനെയുള്ള പ്രദർശനങ്ങൾ വേനൽക്കാലത്തുണ്ടാവും. ഞാൻ താമസിച്ചിരുന്ന മിനിയാപോളിസിൽ 30 നാഴിക പോയാൽ അവിടെ ഒരു കോട്ടയുണ്ട്, അങ്ങനെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അതുപോലെ മറ്റേ മെഴുകൊണ്ട് ആളുകളെ ഉണ്ടാക്കിയിട്ട് പഴയ ജീവിതം ചിത്രീകരിക്കുന്ന മ്യൂസിയങ്ങൾ. നമുക്ക് നമ്മുടെ പൈതൃകം കാണിക്കാനുള്ള യാതൊരു പ്രദർശനവും ഇവിടെ എങ്ങുമില്ല. ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നത്, ഇന്ന് ഈ ഇരിക്കുന്ന തമ്പുരാക്കന്മാർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, കൊച്ചിനിയും തമ്പുരാനെ പോലെയുള്ള ഉദാരമതികൾ മനസ്സ് വച്ചാൽ, തീർച്ചയായിട്ടും ഒരു എക്സിബിഷൻ ഹിൽ പാലസിൽ തന്നെ പുരാവസ്തു വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരത്തോടു കൂടി തന്നെ ഒരു പ്രദർശനം ഈ കൊച്ചി രാജകുടുംബത്തിൻ്റെ 100 കൊല്ലം മുമ്പത്തെ ജീവിതം സജീവമായി ചിത്രീകരിക്കുന്ന ലൈവ് എക്സിബിഷൻ. വേഷം കെട്ടി ആളിരിക്കണം. ഈ ഗൗണും കിരീടവും വെച്ച രാജാവല്ല കൊച്ചി കൊച്ചിട്ടുണ്ടായിരുന്നത്. തോർത്തുകൊണ്ട് ചുമലിലിട്ട് മല്ലുകൊണ്ട് ചുറ്റിയിട്ടുള്ള ആളുകളായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ആ ചിത്രങ്ങൾ വളരെ വളരെ റിവീലിംഗ് ആണ്, പഴയ ചിത്രങ്ങൾ. ഇതൊക്കെ ആളുകൾ കാണട്ടെ. അതേപോലെ മാധ്യമങ്ങൾ ഒഴിക്ക് ഈ മഹനീയ പാരമ്പര്യത്തിൻ്റെ ഓരോ മിന്നലാട്ടങ്ങൾ മനുഷ്യർ വായിക്കാനും കാണാനും ഇടവരട്ടെ. നമുക്ക് ധാരാളം TV ചാനലുകളുണ്ട്. സീരി തമ്പുരാനെ പോലെയുള്ള ആളുകൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ലേഖനങ്ങൾ വരുത്താൻ, ചിത്രങ്ങൾ കൊണ്ടുവരാൻ, TV പ്രോഗ്രാംസ് വരുത്താൻ. പഴയ ജീവിതത്തിൻ്റെ മഹത്വം, സ്വന്തം രാജ്യത്തെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാക്കാതെ ജീവിച്ചിരുന്ന മഹാരാജാക്കന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കൊച്ചി രാജ്യത്ത് മാത്രമായിരുന്നു. അമ്മ തമ്പുരാൻ എസ്റ്റേറ്റ് എന്നാണ് മഹാരാജാവിന് ചെലവിന് കൊടുക്കുക, ട്രഷറി എന്നല്ല. ഇതെവിടെ ഉണ്ട് ലോകത്തിൽ? ഇത് മനുഷ്യന് തമ്പുരാക്കന്മാർക്ക് അറിയില്ല, പുതിയ തലമുറ തമ്പുരാക്കന്മാർക്ക് അറിയില്ല. കർട്ടനും കുഷനും മാറ്റാനായിട്ട് ഒരു മന്ത്രിയുടെ ഭവനത്തിൽ 9.5 ലക്ഷം രൂപ ചെലവാക്കിയതിൻ്റെ ചരിത്രം നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട്. നാട്ടുകാരുടെ നികുതിപ്പണം. ഈ കൊച്ചി രാജാവിൻ്റെ പാരമ്പര്യം എന്താണെന്ന് മനുഷ്യർ മനസ്സിലാക്കട്ടെ. അപ്പം തമ്പുരാൻ എന്നുള്ള പുസ്തകത്തിൽ രാമേനോൻ വളരെ വിശദമായിട്ട് ചെലവിനങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രമാത്രം ലളിതമായ ജീവിതമായിരുന്നു എന്ന് തമ്പുരാക്കന്മാരുടെ. 1000 ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കുന്നുമ്മ ബംഗ്ലാവ് പണിയുമ്പോൾ ബാനർജി 1,35,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. തുല്യം ചാർത്താൻ കൊണ്ട് എന്നപ്പോൾ മുഖത്തേക്ക് ഒരു നോട്ടാണ്. അദ്ദേഹം പരിങ്ങി. അല്ല, പുറമേ നിന്ന് രാജാക്കന്മാരൊക്കെ വരുമ്പോൾ കുറച്ച് ഭേദമായിട്ടുള്ള ഒരു സ്ഥലമായി. വെറും 4 കെട്ടും വരെയുള്ളൂ ഒന്ന് പുത്തമംഗലാവല്ല, കുന്നുമ്മംഗലാവ്. പൈസയോ ചോദിച്ചു, പണം ഇടുന്ന അദ്ദേഹം വിചാരിച്ചില്ല. ബാനർജിക്ക് വടക്കേ ഇന്ത്യയിലത്തെ രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ അറിയാം.
ഈ എക്സ്ചക്കറിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാത്ത ഈ രാജാവിനെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നില്ല. അമ്മ തമ്പുരാനോട് പോയി ചോദിക്കൂ, പണം ഉണ്ടെങ്കിൽ പണിതോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഇത് പറയുന്നൊരു മഹാരാജാവ് ഈ ഭാരതവർഷത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരറിയണ്ടേ? വളരെ 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 ദുഃഖം എനിക്ക് തോന്നുന്നുണ്ട്. യാതൊന്നും ഈ മഹിമ ജനങ്ങളിൽ അരക്കി എത്തിക്കാനുള്ള യാതൊരു സംവിധാനവും ഇന്നില്ല. ഉണ്ടാക്കാൻ ഇനിയും കാലം പഴച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലം, നമ്മുടെ പുത്തമംഗലാവ് തന്നെ മാറ്റാലോ, സാധിക്കും. ഇതിനൊക്കെ കുറച്ച് പരിശ്രമം വേണ്ടി വരില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അങ്ങനെ ഒരു സജീവ പ്രദർശനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റ് വരുന്നത് ഈ തൃപ്പൂണിത്തുറയിൽ ആ പ്രദർശനം കാണാനായിരിക്കും. വേനൽക്കാലത്ത് 3 മാസം മതി, ടൂറിസ്റ്റ് സീസണിൽ മാത്രം മതി. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്, ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെയാണ്. ട്രൂഡോ മ്യൂസിയം തുടങ്ങിയിട്ടുള്ളതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഈ സജീവമായിട്ടുള്ളത് അധികവും അങ്ങനെയുള്ള കാലത്തേ ഉള്ളൂ. ആ കാലത്ത് തീർച്ചയായും ആ വഴിക്ക് പരിശ്രമിച്ച് തമ്പുരാക്കന്മാരുടെ പുതിയ തലമുറകൾക്കും നാട്ടുകാർക്കാകെ തന്നെ ഈ രാജകുടുംബത്തിൻ്റെ അന്യാദൃശമായ അനന്യസുലഭമായ മഹാതിവേഗം സജീവമായിട്ട് കാണിക്കുന്ന ഒരു എക്സിബിഷൻ, ഈ രാമകുമാരൻ സമാഹരിച്ചു വെച്ചിട്ടുള്ള ഈ ചിത്രങ്ങളുടെ പ്രദർശനം, ഇതെല്ലാം സംഘടിപ്പിക്കാനുള്ള പരിശ്രമവും കൊല്ലം തോറും ഇത്തരം സംരംഭം സിമ്പോസിയം ആവർത്തിക്കാനുള്ള പരിശ്രമവും ഉണ്ടായി കാണുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തമ്പുരാക്കന്മാർക്ക് സന്മനസ്സുണ്ടാകണേ, സന്മനസ്സുണ്ടാക്കി കൊടുക്കണേ എന്ന് പൂർണ്ണത്ര ഈശ്വരനോടും പഴയന്നൂരമ്മോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Dr. Verma and friends, first of all, let me very sincerely seek your pardon, because I'm not going to speak in my own mother tongue, because honestly I have not been using my mother tongue for a serious purpose, including probably thoughts, since 1959 when I left my high school from the Tripurnithura High School. So I believe I can probably express far better. Probably you will catch my thoughts far better if I tell you something in the words of somebody else. Secondly, I seek again your pardon, because I may be deficient in some of the ideas I express, because I am not used to talking to a large crowd like this. I am used to talking to people, all right, but then I am certainly not used to a public address like this. Probably this is the first time in my life I am facing an audience like this. I have certainly faced a professional audience, but not an audience like this. When Dr. Verma asked me to talk about my own thoughts about the royal family of Cochin, I was absolutely clueless. I thought of telling you something about some of the Tambrans who are my classmates, but then that was not a meaningful interaction between they and us. Secondly, I've been listening to all the speakers who have been talking here right from the morning till this time. They have always been harping on the relation between the royal family and the Tripurnithurapan. I certainly do not mean to talk to you about Tripurnithurapan or the relation between the royal family and Tripurnithurapan for 2 counts. First of all, I am an agnostic. I am the least interested in the relation between a human being and the spiritual beings. Secondly, the relation between the king and this Tripurnithurapan is not part of his Rajadharma. I am not concerned about his personal Purusha Dharma. I am only interested in his Rajadharma regarding his relation to his own people. So I'll tell you something about my perceptions about my king's interaction with his subjects. That is my ancestors, because I was a subject to the king only for a very short time till the independence of 1948 when the integration came in. So my experience regarding the royal family and the royal rule is irrelevant. I am going to tell you about a couple of instances where the Highness interacted with the public and my inferences on those 2 instances.
The first story I'm going to narrate is about a police officer who was in Iringalakkuda in the early maybe in 1930, maybe in 1931. I'm not very sure about the exact timings of those things. This is a true story. So, I have no personal experience, obviously. So, the story goes something like this. There was a big problem, a physical fight inside the Iringalakkuda temple. This police officer was M.A. Chako. He was a Christian by religion and faith. But then he did not hesitate to get into the temple compound and quell the fight. It was in his line of duty, but then, the social custom forbade him from entering the temple. But then he was bold enough to do his duty, discharge his duty, even at the risk of entering the temple, breaking the social customs. Naturally, he was summoned to the Highness, and the Highness questioned him. He put his case like this. പൊന്നുതമ്പുരാനെ, അത് ഏതോ ഒരു കേയാച്ചാക്കോ അല്ല അമ്പലത്തിൽ പ്രവേശിച്ചത്. അത് എൻ്റെ പൊന്നുതമ്പുരാൻ്റെ പോലീസ് സൂപ്രണ്ടൻ്റാണ്. This is a valid argument. This is a real solid argument. And can you imagine? He was not put to death. He was honored with a pannada. And to satisfy the people who complained, the Highness performed a Shuddhikalasam at his own expense, not at the expense of K.A. Chako, at the expense of the Highness himself. Not from the treasury, not from K.A. Chako's purse, not from his salary. It was not deducted. It was at his own expense. The second story is about a person called Patros, Maneda Patros. Some elder amongst you might remember him. He was a farmer at that time, and when he had no farming to do, he made candles. When he was not making candles, he was doing watch repairing. He was a very honest and upright person. I know that for sure because I have known this person for quite some time, till about 1955. I was a young boy at that time. I have seen him, I have talked to him, I have interacted with him in a very elaborate, extensive way. Because of his honesty and good nature and capabilities, he was put in charge of the watches and clocks in the Hill Palace at that time. That naturally earned him the title of Manimestri. I believe he was also in charge of maintenance of our beloved Manimaliga here in the Kottagagam. So once it so happened that this man, Patros, was asked to supervise or build a rather large building inside the Kottagagam. Unfortunately, there was a big shortage for labor, and the only way in his mind was to get his own farm workers, pulayas. It's not a politically correct term to use now, but still at those times they were called pulayas. So the only way was to get the pulayas inside the Kottagagam, which was a big taboo at that time. But then he brought them into Kottagagam and got the work done. They did a fantastic, marvelous job, and they finished the building in record time. But then naturally he was hauled up before the Highness and he was questioned. The answer he gave was that all these people were converted to Christianity, and then only they were allowed to go inside the Kottagagam. That is a fantastic statement he made, but then you would expect his head to be cut off at that time, but then that did not happen. Not only that, he was honored with a Veerasringala at that time. I do not know what it means to have a Veerasringala at that time. I have not seen that myself. I have only heard about that. I think I'll tell you a few more words about this particular person, Maneda Patros. I'll tell you about his third daughter, who went to Christian Medical College, Ludhiana, on a scholarship and became a doctor. And she was slightly more enterprising, so she married a Punjabi Hindu by name S.D. Grover, and that is how I got my name. In other words, he was my grandfather. Now, I narrate these stories not to make out that the Highness at that time
was a gullible and naive person. Far from it. He was the shrewdest, the most cunning, the most intelligent person at that time. He was the king. He was a Hindu king, all right. He was a Hindu, all right, but then he was not a fanatic. He was not a fundamentalist. Come to think of it, there is no place for fanaticism and fundamentalism in Hinduism, as far as we can make out, an outsider can make out. I personally have no religion at all, so I can have an absolutely unbiased view of Hinduism, for that matter, any other religion. Now, he was the king first. He was the king of the people first, and then only the keeper of the Hindu faith. He was the keeper of the people. Secondly, and only then, he was the keeper of the Hindu faith. So that was the situation at that time. Secondly, I do not try to narrate these stories because I mean, you might imagine that I am to make out that my grandfather and the K.A. Chako were wily foxes. No, they were not. They were very honest, upright, intelligent, trustworthy people. I mean, it is not because he was my grandfather. It was because at that time, an honest person could afford to be honest, because they knew that if they are in a crunch, they could reason out things with the Highness himself. He was a gentleman. The Highness was a gentleman. Cochin state was actually ruled by gentlemen, not by politicians. Thirdly, I narrate the stories to bring out the concepts or the level of freedom in Cochin state. I read somewhere, I remember reading somewhere, that Indians at that time who were under British rule, one of the British authors claimed that Indians at that time were actually more free than they were under their own kings, under the rule of Indian kings, because British had a certain respect for human rights. They had a certain respect for personal liberties. But then believe me, Cochin state, the people of Cochin state, Cochinites, had a far greater freedom than any other people in any other part of India. I want to illustrate this concept through these two stories. If these two incidents happened in any other place in India, the heads would have rolled. Both of them, K.A. Chako as well as this Patros, would have been either killed instantaneously or put behind bars for the whole life. That did not happen. Not only that it did not happen, they were actually honored. They were considered as useful citizens of the state. Now, the concept of freedom, I think I should elaborate on that a little bit more. I do not mean political freedom when I talk about freedom. The greatest freedom one can think of is the freedom from prejudice. The prejudice that you are a Christian, the prejudice that you are a Pulaya, prejudice that you are a Pakistani, prejudice that you are a Muslim. No, that is not the sort of life I want. The real freedom is freedom from prejudice. The Highness got over the prejudice instantaneously. He could see that K.A. Chako, in spite of being a Christian, in spite of being forbidden from entering the temple, realized that it is in his line of duty that he is doing these things. He did not enter the temple to defile the temple. He only entered the temple to discharge his duty. This Maneda Patros did not take Pulayas into the Kottagagam to defile the whole place. Eventually, even the royal family members came to realize this prejudice, and that's why anyone can walk the Kottagagam streets now. If they wanted, they could have held on to that place and forbade everyone else from inside that place. That is very simple at that time. Secondly, the prejudice that religion is dividing people. The prejudice that a person cannot enter the temple. The Highness realized that it's a prejudice. Unfortunately, even this is supposed to have happened some 70 years back. Unfortunately, the society still has not got over the prejudice. The so-called progressive society still thinks it is taboo for a non-Hindu person to enter the temple compound.
I'm not talking about somebody entering the Srikovil. I'm talking about somebody entering the temple compound itself. That is a big prejudice. It doesn't go with the times. I'm not trying to find fault with the present society. I'm only trying to point out the greatness of the Maharajas who immediately recognized a prejudice. The present society even does not recognize it as a prejudice, leave alone overcoming that. The Cochin Maharaja, probably I'll quote from Aristotle. Aristotle once described Socrates as a gentleman. He defined a gentleman as someone who lived without fear and without offense. I think I'll straight away transplant that concept, that Cochin Highness and the members of the Cochin family. They were thorough gentlemen. That's my opinion. Now, Mahatma Gandhi, during the Quit India movement, once said to the British, "Quit India, leave us to God or anarchy." Probably Mahatma Gandhi could not have imagined such a terrible anarchy which befell us. It was a really sad day when the reign of Cochin Highness disappeared from this land. That is my impression about them. Thank you very much. ഈ സംവാദം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കൊച്ച ഈ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലം കുറേ എനിക്കറിയാതെ, പക്ഷേ അതിൻ്റെ തുടർച്ച എന്നോണം ഇവിടെ ശ്രമിക്കാൻ ആരും ഇല്ലായിരുന്നു. കൊച്ച ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. അന്ന് മുതൽ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ നമുക്ക് കൊച്ചിയിൽ രാജകുടുംബത്തെ പറ്റിയും കൊച്ചി രാജ്യത്തെ പറ്റിയും ഒക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് എഴുതണം എന്നൊക്കെ. നമുക്കൊന്നും ഇപ്പോൾ അതിനുള്ള ഒരു മൂഡില്ലായുണ്ട്. പിന്നെ നമ്മൾ ചെറുപ്പക്കാരാണ് കൂടുതൽ വിചാരിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കൊച്ചപ്പോൾ കുറച്ചൊരു ഒരു ഇതായിട്ട് മൂച്ചായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കൊല്ലം ഇതുപോലെ നടത്തി നമുക്കൊരു 2-3 കൊല്ലത്തിന് 3-4 കൊല്ലത്തിനിടയ്ക്ക് ഈ കൊച്ചി കുടുംബത്തെപ്പറ്റി കൊച്ചി രാജ്യത്തെപ്പറ്റി 2 ചരിത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. എല്ലാവരും അതിന് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് 1-2 ചോദ്യമുണ്ട്. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യമാണ്, പക്ഷെ അതൊന്ന് ഓഡിയൻസിന് വേണ്ടി. ഈ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ തമ്പുരാക്കന്മാർക്ക് കടക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അകത്ത് കയറില്ല എന്നുള്ളത്. അതിൻ്റെ എന്താണ് എൻ്റെ സ്ഥാനാരോഹണം കഴിഞ്ഞിട്ടാണോ, ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ അങ്ങനെ പ്രത്യേകിച്ച് ചൊല്ലുണ്ട്? സ്ഥാനാരോഹണം കഴിഞ്ഞാൽ പഴയന്നൂർ ക്ഷേത്രത്തിൽ കടക്കാറില്ല രാജാക്കന്മാർ. ചോരത്തിയപ്പെട്ട തമ്പുരാൻ തിരുവല്ലുവാമല തൊഴാൻ പോകണ്ടായി. അതിൽ എഴുന്നള്ളത്ത് പാത എന്ന് പറഞ്ഞ് ഒരു പുതിയ റോഡ് പഴയന്നൂർ തട്ടകം സ്പർശിക്കാതെ പുറത്തുകൂടെ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. മറ്റ് തമ്പുരാക്കന്മാരൊക്കെ തൊഴാറുണ്ട്. കൊച്ചി രാജാവായാൽ പഴയന്നൂർ തൊഴാറില്ല, വന്നേരിക്ക് പോവാറില്ല, കിരീടം ധരിക്കാറുമില്ല. അതായത് ഞാൻ ധരിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ പലതോ കിരീടം മടിയിൽ വയ്ക്കുകയുള്ളൂ. ആ അതെ അതെ, എത്രത്തോളം അത് കയറില്ലല്ലോ. ഇതിൽ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ദേവസ്വങ്ങളുടെ അധികാരം ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുമ്പോൾ വെച്ചാൽ ഭണ്ഡാരം മുഴുവൻ പൊളിച്ച് കള്ളുഷാപ്പിൽ കൊടുക്കാൻ ഉള്ള അധികാരം കൊടുക്കുമ്പോൾ എന്നർത്ഥം. 2 നിബന്ധന വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. തൃപ്പൂണിത്തുറ ക്ഷേത്രവും പഴയന്നൂർ ക്ഷേത്രവും വേണ്ടി വരികയാണെങ്കിൽ തിരിച്ച് ഏറ്റെടുക്കാൻ കൊച്ചി രാജാവിന് അധികാരമുണ്ടെന്നാണ് എൻ്റെ ധാരണ. എനിക്കിപ്പോഴും അഭിപ്രായം ആ വകുപ്പ് ഇൻവോക്ക് ചെയ്യണം എന്നാണ്. കഴിഞ്ഞ കൊല്ലം 10 ലക്ഷം രൂപ ഉത്സവം കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിന് നഷ്ടമുണ്ടായി എന്നാണ് അറിവ്. തക്ക കാരണമായിരുന്നു. ഇക്കൊല്ലത്ത് എനിക്കറിയില്ല. പഴയന്നൂർ ക്ഷേത്രവും തൃപ്പൂണിത്തുറ ക്ഷേത്രവും കൈവിട്ട് പോയ ക്ഷേത്രങ്ങളുടെ കാര്യം, വളഞ്ഞമ്പലം തുടങ്ങിയിട്ടുള്ളതൊക്കെ പോട്ടെ ചരിത്രങ്ങൾ. ഇനിയും കൊച്ചി രാജകുടുംബത്തിന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ 2 വകുപ്പ് ഉണ്ടെന്ന് ഞാൻ ധരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. എൻ്റെ ധാരണ
അന്നത്തെ കവനൻറ്റിൽ അതുണ്ടെന്നാണ്. ഉണ്ടെങ്കിൽ കൊച്ചി രാജകുടുംബം ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രവും പഴയന്നൂർ ക്ഷേത്രവും രാജകുടുംബത്തിന് തിരിച്ചു വാങ്ങാൻ. ഒരു ചോദ്യം ശ്രീ എളവന ഹരിയോടാണ്. ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ ഈ മഹാരാജാവിൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ കുറച്ച് റെക്കോർഡ്സ് നോക്കി. അപ്പോൾ അതിൽ എന്താ അതിൻ്റെ ചടങ്ങെന്ന് മനസ്സിലാവണില്ല. ഇവിടുന്ന് അദ്ദേഹം മദിരാശിപ്പിടാൻ ബ്രാൻഡാണ് കണ്ടേ. ഇവിടുന്ന് കൊച്ചിയിൽ പോയി പഴയന്നൂർ പാലസിൽ ചെന്നിറങ്ങണു. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് ഏതൊരു മാളിയിൽ ഏതൊരു മുറി പോയി വെള്ളയും കരിമ്പടവും വിരിച്ച് അവിടെ ഇരിക്കണു നിറവറയുടെ മുമ്പിൽ. വേറെ ആരും ഒന്നും ചെയ്യണില്ല. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചിട്ട് അമ്പലത്തിൽ തൊഴണു. 3 അമ്പലത്തിൽ തൊഴണുണ്ട്. അത് കഴിഞ്ഞ് തെക്കേ സമൂഹം വടക്കേ സമൂഹം അങ്ങനെ പല ആൾക്കാരുടെയും സ്വീകരണം ഏറ്റുവാങ്ങേണ്ടെന്നല്ലാണ്ട് രാജാവ് ആവണ ഒരു ചടങ്ങ്, അരിയിട്ട് വാഴിച്ച എന്ന് പറയണ ചടങ്ങ് കാണില്ല. അതെന്താണ് അത് പതിവ്? അത് അങ്ങനെ ഇതിൽ 2 ശക്കൻ തമ്പുരാൻ പുസ്തകം വായിച്ചു നോക്കിയോ? ശക്കൻ തമ്പുരാൻ പുസ്തകം വായിച്ചു നോക്കിയോ? രാമേൻ്റെ അതിലുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞ് ഫോളോ ചെയ്തേക്കണത് അങ്ങനെ അല്ലേ? ഈ അരിയിട്ട് വാഴ്ച എന്ന് പറയണത് ഒരു ചടങ്ങാണ്. അതിന് മഹാരാജാവ് ഉടുപ്പൊന്നും ഇടില്ല, ക്ഷേത്രത്തിലാണത്. അപ്പോൾ അതിൻ്റെ അരിയിട്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു പടം പരീക്ഷ തമ്പുരാൻ്റെ അവിടെ ഹിൽ പാലസിലുണ്ടായിരുന്നു. അത് മുണ്ട്, 2 മുണ്ട്, ഭസ്മം, പിന്നെ ഇവിടെ എന്തൊരു കാപ്പ് ഇവിടെ ഉണ്ട്, അത് 2 കയ്യുമ്മലുണ്ട്. മുണ്ട്, 2 മുണ്ട് മാത്രമായിട്ടുള്ളൊരു വേഷമാണത്. അത് എന്താ ചടങ്ങെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. സുബ്രഹ്മണ്യ തമ്പുരാൻ്റെ അരിയിട്ട് വാഴ്ചയുടെ പടങ്ങൾ സുഭദ്രയുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. തലയിൽ അരി ഇടലാണെന്നാണ് ഞാൻ ധരിച്ചേക്കണേ. തലയിൽ അരി ഇടുന്ന ഞാനും ധരിച്ചേക്കണത്. അത് ആരാണെന്നറിയോ? അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഇപ്പോൾ ക്ഷേത്രത്തിൽ അധികാരിയുണ്ട്, ശാന്തിക്കാരനും ക്ഷേത്രത്തിൽ ശാന്തിക്കാരനല്ലേ അധികാരി, അങ്ങനെ കണ്ടോ? അതിന് അവകാശികളുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ സാമൂതിരി അരിയിട്ട് വാഴ്ച ചെയ്യണത് ചിറ്റൂരമ്പൂരിയാണ്. തലയിൽ അരി ഇടാനുള്ള അധികാരം ചിറ്റൂരമ്പൂരിക്കാം. അതുപോലെ ഇവിടെയും എനിക്കിപ്പോൾ അത് കൃത്യം അറിയില്ല. അരിയിടാൻ മഹാരാജാവിൻ്റെ തലയിൽ അരിയിടാൻ ഒരു അധികാരമുള്ള കുടുംബം ഉണ്ടാവും. എനിക്കറിയില്ല കേട്ടോ. സാമൂതിരിയുടെ ഉറപ്പാണ് ചിറ്റൂരമ്പൂരിയ. എന്താ ഇവിടെ ഈ ഇപ്പം അതിന് KPC അനിയം പട്ടേരി പറഞ്ഞ നമ്മുടെ ഇതൊക്കെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം അത് ഒരുപക്ഷെ നമ്മുടെ ആ സിംപ്ലിസിറ്റി കൊണ്ടായിരിക്കാം നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെതനുസരിച്ച് നമ്മളത് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിന് ഇപ്പോൾ നമ്മളെ ഒരു യങ്ങർ ഗ്രൂപ്പ് ഇവിടെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയാണ്, എൻ്റേതായിട്ടുള്ള എൻ്റെ കഴിവിൻ്റെ ഒരു പരിമിതി നിന്നുകൊണ്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇനി അതിനെക്കുറിച്ചുള്ള മറ്റുള്ള ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായിട്ട് പരിശ്രമിക്കണം. തനതായി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി യാതൊന്നും സമ്പാദിക്കാത്ത മറ്റൊരു രാജകുടുംബം ഇന്ത്യയിലുണ്ടാവുമോ? അവരവർ താമസിച്ചിരുന്ന സ്ഥലം അവരവരുടെ അല്ലാതിരുന്ന ഒരു രാജകുടുംബം. സഖാവത്സമേനോനല്ലേ കോവിലങ്ങൾ നിങ്ങളുടെ ആക്കിയേ? അതേവരെ നിങ്ങളുടെ ആയിരുന്നില്ലല്ലോ. ഇതൊക്കെ ജനങ്ങളറിയില്ല. ഒരു കൃഷി പിഴച്ചാൽ അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നമ്മൾ പത്രങ്ങളിൽ വായിക്കൂ. കൊച്ചി രാജകുടുംബം ഇൻ്റഗ്രേഷന് ശേഷം അനുഭവിച്ച പരിവർത്തനം എത്രമാത്രം ഭയാനകമായിരുന്നു. അതേവരെ രാജ്യത്തിൻ്റെ സർവാധികാരികൾ പിറ്റേ ദിവസം ആരുമല്ല. ആ ഭയാനകമായ പരിവർത്തനത്തിന് ഇത്രമാത്രം മനസ്സംയമനത്തോടുകൂടി മുഖത്തൊരു ഭാവം നേരിടാൻ സാധിച്ച മനസ്സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ. നാട്ടുകാർക്ക് അതറിയില്ല, അതറിയണം. വളരെയധികം കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനുണ്ട്, തമ്പ്രാക്കന്മാർക്ക് അറിയാനുണ്ട്. പുറത്ത് പറയണതല്ലേ അവർ കേൾക്കുള്ളൂ. മുതലാളിത്തം, ഒരാച്ചിത്ത, ദുഷ്പ്രഭുത്വ കോമരങ്ങൾ, അവരുടെ ദുർഭരണം മാറ്റാൻ ജനകീയ ഭരണം കൊണ്ടുവന്നല്ലേ ചരിത്രം പഠിപ്പിക്കണേ. അറിയില്ല ആൾക്കാർക്ക്. അതിനുള്ള പരിശ്രമം ഉണ്ടാവുക തന്നെ വേണം, യാതൊരു സംശയമില്ലാതെ. നിങ്ങൾ തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചില മാർഗദർശക നിർദ്ദേശങ്ങൾ തരാമെന്നല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. ഇവിടെയുള്ള ആളുകൾ തന്നെ അതിന് മുൻകൈ എടുത്ത് വരണം. ഈ രാമകുമാരൻ്റെ ചിത്രങ്ങളെങ്കിലും
ഒരു പൊതുസ്ഥലത്തൊന്ന് പ്രദർശിപ്പിച്ച് കണ്ട് ചത്താക്കൊള്ളാന്ന് മോഹമുണ്ട്. എത്രമാത്രം റിവീലിംഗ് ആണത് ആ ചിത്രങ്ങൾ. എല്ലാ അനവധി മഹാരാജാക്കന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. വല്യുണ്ടും തോർത്തുകൊണ്ടാണ് വേഷം. ഇതൊക്കെ ആളിൽ കാണണ്ടേ? അവസാനിപ്പിക്കട്ടെ, ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ പഴയന്നൂർ ഭഗവതിയും പൂർണ്ണത്രയീശ്വരനും എല്ലാവർക്കും ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും പൂർണ്ണത്രയീശ്വരനല്ലേ കുറച്ചും കൂടി ഒരു ശക്തി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്ലല്ല ശക്തിയുടെ അല്ല പറഞ്ഞേ, അടിമ കിടത്തൽ ഇവിടെ ഉണ്ട്. പൂർണ്ണത്രയീശ്വരനാണ്, പഴയന്നൂർ ഭഗവതിക്കല്ല. പൂർണ്ണത്രയീശ്വരൻ എന്നിട്ട് ഇളയത് മൂത്തത് വന്ന് ആ കുട്ടിയെ എടുത്ത് മാറ്റി കിടത്തും. അങ്ങനെയാണ് ഇവിടെ ചടങ്ങ്. അതാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പൂർണ്ണത്രയീശ്വരനല്ലേ പഴയന്നൂർ ഭഗവതി ഉണ്ട് അവിടെ, ഇല്ലയല്ല. അടുത്ത എൻ്റെ ചുമതല ഒരു കൃതജ്ഞത പറയലാണ്. പക്ഷേ ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നില്ല. ഒരു ഡാൻസ് പരിപാടിയുണ്ട്. പക്ഷേ ഏതായാലും ഈ മീറ്റിങ്ങിൻ്റെ സമാപനമാണ്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിക്ക് തുടങ്ങി, മണി 5:30 കൂടുതലായി. ഇത്രയധികം ആളുകൾ, കുടുംബത്തിലെ അംഗങ്ങളും ബാക്കി പുറത്തുനിന്നുള്ളവരും വേണ്ടപ്പെട്ടവരും ഇത്രയധികം ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളുമുണ്ട്. അവരുടെ എല്ലാം പേരെടുത്ത് പറയുന്നതിന് മുമ്പായി ആദ്യം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ പങ്കെടുത്തതിൽ ഞങ്ങളുടെ കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ആളുകൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പല വിധത്തിൽ ഞങ്ങളെ സഹായിച്ച ആളുകളുണ്ട്. പേരുകൾ വായിക്കുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ അളവിലല്ല, ഓരോ പേര് വായിക്കുന്നു എന്നേ ഉള്ളൂ. ആദ്യം രവിച്ചേട്ടനെ പറ്റി പറയാം. CD രവിച്ചേട്ടൻ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ രവിച്ചേട്ടൻ കാര്യമായിട്ട് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ രമേശൻ ത്രൂ ഔട്ട് ഈ പരിപാടിയുടെ ആവിഷ്കരണത്തിലും പ്രസൻറ്റേഷനിലും പങ്കുചേർന്നിട്ടുണ്ട്. രവിയച്ചൻ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാമൻ നമ്പൂരി പിന്നിൽ നിന്ന് ധാരാളം പ്രചോദനം തരാറുണ്ട്. രാമഭദ്രൻ. അതല്ലാതെ ഇന്ന് ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് സംഗതികൾ ഈ ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത സിദ്ധൻ, മോഹൻദാസ്, പിന്നെ AG's മാർക്കറ്റിംഗ് എന്നുള്ളവർക്കും ഞങ്ങൾ പ്രത്യേകം കടപ്പെട്ടവരാണ്. അവരുടെ എല്ലാം സഹായങ്ങൾക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. കൂടാതെ ഇന്നത്തെ പരിപാടിയിൽ മോഡറേറ്റേഴ്സായി പല സെഷൻസിലും മോഡറേറ്റേഴ്സായി പങ്കെടുത്ത രവിച്ചേട്ടൻ, ഗിരിജോപ്പ, രാമൻ നമ്പൂരി എന്നിവരോട് ഞങ്ങൾ പ്രത്യേകം കൃതജ്ഞത പറയുന്നു. പാനലിസ്റ്റായി പങ്കെടുത്ത ഇക്കാവോപ്പ, പത്മാവതി ഓപ്പ, ചന്ദ്രാവലി ഓപ്പ, വൃന്ദോപ്പ, അവിടെ പിന്നെ രവിയച്ചനും ആദ്യത്തെ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്ത ഇവർക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ചെറിയ ഷോർട്ട് പേപ്പേഴ്സ് അവതരിപ്പിച്ച വിജയ് കേരളവർമ്മ, രമേശൻ, പിന്നെ കൊച്ചാവർമ്മ എന്നിവർക്കും ഞങ്ങളുടെ കൃതജ്ഞത ഉണ്ട്. അടുത്ത പാനലിൽ പങ്കെടുത്ത മൃണാളിനി ഓപ്പ, കാവമണി ഓപ്പ, കൊച്ചമ്മണി ഓപ്പ, ശാരദ തമ്പുരാൻ എന്നുള്ളവരോടൊപ്പം തന്നെ പിന്നീട് പങ്കെടുത്ത ഡിസ്കഷൻസിൽ പങ്കെടുത്ത ശ്രീ എളമന ഹരി, ശ്രീ KPC അനിയം അനുജം ഭട്ടതിരിപ്പാട്, ഡോക്ടർ ഗ്രോവർ, രവിയച്ചൻ, M രാമൻ നമ്പൂരി എന്നുള്ളവരുടെ എല്ലാം ഞങ്ങൾ
ചില ആളുകളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിട്ടുപോയോന്ന് എനിക്കറിയില്ല, മനഃപൂർവ്വമല്ല. അപ്പോൾ ഇത്രയുള്ള ആളുകളുടെയൊക്കെ പല വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്.